ഹായ് ഓൾ, സജീർ ക്യോട്ടോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഓട്ടോമേഷൻ ടെസ്റ്റിംഗ് ഫ്രെയിംവർക്ക് പാർട്ട് 1 BDD കുക്കുംബർ ഫ്രെയിംവർക്ക് പാർട്ട് 1 ആണ് ഞാൻ ചെയ്തത്. അതായത് നമ്മൾ ബേസിക് ഫ്രെയിംവർക്ക് സെറ്റപ്പ് എല്ലാം ചെയ്ത് ബാക്ക്ഗ്രൗണ്ട് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചു. അപ്പോൾ അതിൽ ചെയ്തതിൽ കുറേ ആൾക്കാരൊക്കെ ചെയ്തിട്ട് എനിക്ക് മെസ്സേജ് അയച്ചിരുന്നു പാർട്ട് 2 വേണ്ടി. അപ്പോൾ ആരെങ്കിലുമൊക്കെ ചെയ്തിട്ട് എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ മെസ്സേജ് ആയിട്ടോ കമൻ്റ് ആയിട്ടോ അയക്കുക, ഞാൻ അതിന് റിപ്ലൈ തരാം എന്തെങ്കിലും ഇഷ്യൂസ് ഒക്കെ വരുവാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അതിലേക്ക് ടെസ്റ്റ് കേസസ്, അതായത് ഫീച്ചർ ഫയൽസ് ആഡ് ചെയ്ത് അല്ലെങ്കിൽ ഫീച്ചർ ഫയൽസിലേക്ക് സെനാരിയോ ആഡ് ചെയ്ത് അതെങ്ങനെ നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാമെന്നും, അതുപോലെ നമ്മൾ കമാൻഡ് ലൈനിൽ കൂടെ എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യാമെന്നും, അതുപോലെ തന്നെ നമ്മൾ ഇതിൻ്റെ ഒരു വേർഷൻ കൺട്രോൾ ഗിറ്റ് ഹബിലേക്ക് ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ട് നമുക്കത് എങ്ങനെ വേർഷൻ കൺട്രോൾ ചെയ്യാമെന്നൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായി നമുക്ക് ഫീച്ചർ ഫയൽ ക്രിയേറ്റ് ചെയ്യാം. നമ്മുടെ ഫീച്ചർ ഫയലിലേക്ക് പോകുന്നത്. അപ്പോൾ അതിന് ഫീച്ചേഴ്സിനുള്ളിൽ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ന്യൂ ഫയൽ ആണ് എടുക്കേണ്ടത്. ഫയൽ എടുക്കേണ്ടതാണ്. അപ്പോൾ നമ്മൾ ഫയൽ എടുക്കുന്നതിന് മുമ്പ് ഞാൻ പറയാൻ വിട്ടുപോയി, നമ്മൾ കുക്കുംബറിൻ്റെ ഓൾറെഡി കുക്കുംബറിൻ്റെ ഫീച്ചർ ഫയലിൽ ആഡ് ചെയ്തു, അതുകൊണ്ട് ഇത് എടുക്കും. പക്ഷേ അതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് നമ്മുടെ എക്ലിപ്സിലാണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇൻ്റലിജയാണ് കുറച്ചുകൂടെ ഒരു ഈസി എന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എക്ലിപ്സിൻ്റെ മാർക്കറ്റ് പ്ലേസിൽ പോയിട്ട് കുക്കുംബറിൻ്റെ ഒരു പ്ലഗിൻ ഉണ്ട്. അപ്പോൾ ഇത് കറക്റ്റായിട്ട് നമുക്ക് ഏതാണോ ആ ഒരു ഫോർമാറ്റിൽ തന്നെ, ഗിവൺ വെൻ തന്നിൻ്റെ ഫോർമാറ്റിൽ തന്നെ, നമ്മൾ ആ റീഡബിൾ ഫോർമാറ്റിൽ തന്നെ നമുക്ക് കാണിക്കും ആ കുക്കുംബറിൻ്റെ പ്ലഗിൻ നമ്മൾ ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇവിടെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഒന്ന് ലോഡ് ആവാൻ ടൈം എടുക്കുന്നുണ്ട്. ഇതിനുള്ളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കാണിക്കും. അതങ്ങ് ഇൻസ്റ്റാൾ ചെയ്ത് നമ്മൾ ടെസ്റ്റ് എൻജിയും JUnitയോ അല്ലെങ്കിൽ എന്തൊക്കെയാണോ ഇൻസ്റ്റാൾ ചെയ്യുന്നത് ആ ഒരു ഫോർമാറ്റിൽ തന്നെ നമുക്ക് ഇതും ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇത് ലോഡായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ജസ്റ്റ് സെർച്ച് ചെയ്താൽ മതി, കുക്കുംബർ എന്ന് പറഞ്ഞിട്ട് കുക്കുംബറിൻ്റെ പ്ലഗിന് അവൈലബിൾ ആയിരിക്കും. സോ കുക്കുംബർ എക്ലിപ്സ് പ്ലഗിൻ എന്ന് പറയുന്നത് ഞാനിത് ഓൾറെഡി ഇൻസ്റ്റാൾഡ് ആണ്, അതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഇവിടെ ഇൻസ്റ്റാൾ എന്നുള്ള ഓപ്ഷൻ വന്നതിന് ഇപ്പോൾ ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. സോ ഓൾറെഡി എൻ്റെ ഇതിൽ ഇൻസ്റ്റാൾഡ് ആണ്. അപ്പോൾ ഇൻസ്റ്റാൾ ക്ലിക്ക് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഇതൊന്ന് റീസ്റ്റാർട്ട് ചെയ്യണമെന്നേ ഉള്ളൂ. ഞാനിനി ഇവിടെ ന്യൂ എടുത്തിട്ട് ഫയൽ എടുത്തിട്ട് ഞാനിപ്പോൾ ലോഗിൻ ആണ് ചെയ്യാൻ പോകുന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ ലോഗിൻ ഡോട്ട് ഫീച്ചർ, ഓക്കെ, ലോഗിൻ ഡോട്ട് ഫീച്ചർ എന്ന് പറയുന്ന ആ പർട്ടിക്കുലർ ഫീച്ചറാണ് ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നത്. സോ ലോഗിൻ ഡോട്ട് ഫീച്ചർ കണ്ടോ, ഞാൻ കുക്കുംബർ പ്ലഗിൻ ഇൻസ്റ്റാൾ ചെയ്തതുകൊണ്ട് ഓൾറെഡി ഇത് കുക്കുംബർ ഫയലായിട്ട് തന്നെ ജനറേറ്റ് ആവുകയും അതിനുള്ളിൽ നമുക്ക് ടാഗ്സ് ഒക്കെ ആഡ് ചെയ്യാം. ടാഗ്സ് വഴി റൺ ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് ഈ ഹാഷ് എന്ന് പറയുന്നത് കുക്കുംബർ ഫീച്ചർ ഫയലിലെ കമൻസ് ആയിട്ട് ആഡ് ചെയ്യണം. നമുക്ക് എന്തെങ്കിലും കമൻറ്റ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ളതാണ് ഈ ഇതെന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഫീച്ചറിൻ്റെ ടൈറ്റിൽ എഴുതുന്നു, എന്തെങ്കിലും നമ്മുടെ സെനാരിയോ, അതാണ് ടൈറ്റിൽ ഓഫ് ദ സെനാരിയോ. ദെൻ ഗിവൺ വെൻ, പിന്നെ ആൻഡ് എന്ന് പറയുന്ന ഫോർമാറ്റും ഉണ്ട്. പിന്നെ ബാക്ക്ഗ്രൗണ്ടും ഉണ്ട്. ബാക്ക്ഗ്രൗണ്ടും നമുക്ക് വേണമെങ്കിൽ നോക്കാം. പിന്നാണ് ഞാൻ പറഞ്ഞത് ഈ ഡേറ്റ സെറ്റ് എക്സാമ്പിൾസ് വെച്ചിട്ട് സെനാരിയോ ഔട്ട്ലൈൻ നമുക്ക് ചെയ്യാൻ പറ്റും. അവിടെ നമുക്ക് വാല്യൂസ് ഒക്കെ പാസ് ചെയ്ത് അത് നമുക്ക് അങ്ങനെയൊക്കെയുള്ള ആ ഒരു സംഭവം കൂടി ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണ് ഒരു ബേസിക് കുക്കുംബർ ഫീച്ചർ ഫയൽ എന്ന് പറയുന്നത്. ഇത് വെച്ചിട്ട് സിമ്പിളായിട്ട് നമുക്ക് എന്താണ്, അപ്പം നമുക്ക് പ്ലെയിൻ ഇംഗ്ലീഷിലാണ് നമ്മൾ ടെസ്റ്റ് കേസ് എഴുതുന്നത്, നമ്മുടെ സെനാരിയോ എഴുതുന്നത്, അതിനുശേഷം സ്റ്റെപ്പ് ഡെഫിനിഷനിലേക്ക് കോൾ ചെയ്യുകയാണ് ചെയ്തത്. സോ നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒരു ഫോർമാറ്റാണ് ഇത്. അപ്പം ഇതിൻ്റെ സ്റ്റെപ്പ് ഡെഫിനിഷൻസ് ഒക്കെ നമ്മൾ ഇതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ട് ഗിവൺ വെൻ ദെൻ വെച്ചിട്ട് ഈ ഒരു വാല്യൂ കൂടെ ഈ ഒരു പർട്ടിക്കുലർ സെൻറ്റൻസ് കൂടെ അതിനുള്ളിൽ ആഡ് ചെയ്തിട്ടാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. ഞാനിത് ഫുൾ അങ്ങ് ഡിലീറ്റ് ചെയ്യാണ്, കാരണം നമുക്കിതല്ല വേണ്ടത്. ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഈ ഒരു പർട്ടിക്കുലർ ഇതിൻ്റെ ലോഗിൻ ഫീച്ചറാണ്. ഞാൻ ജസ്റ്റ് ഒരു സംഭവം എഴുതി വെച്ചിട്ടുണ്ട്. സോ ഫീച്ചർ, ഇതിൻ്റെ ഒരു ലോഗിൻ ഫങ്ഷനാലിറ്റി എന്ന് പറയുന്ന ഒരു ഫീച്ചറാണ് എടുക്കാൻ പോകുന്നത്. അപ്പം ഞാനൊരു ലോഗിൻ ഫീച്ചർ എന്ന് പറയുന്ന ആ പർട്ടിക്കുലർ ഇത് വന്നു. അപ്പോൾ ഇവിടെ ഒരു എററല്ല, ഒരു വാർണിംഗ് വന്നിട്ടുണ്ട്. സ്റ്റെപ്പ് ഡെഫിനിഷൻ ഡിറ്റക്ഷൻ വർക്ക്സ് ഓൺലി വെൻ ദ പ്രൊജക്ട് ഈസ് കോൺഫിഗേർഡ് ആസ് കുക്കുംബർ പ്രൊജക്ട്. അപ്പോൾ ഞാൻ മാവൻ പ്രൊജക്റ്റ് ആയിട്ട് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ഇത് പറ്റില്ല. അപ്പോൾ നമ്മൾ ഒരു കുക്കുംബർ പ്രൊജക്റ്റ് ആയിട്ട് കോൺഫിഗർ ചെയ്യുമായിരുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു പർട്ടിക്കുലർ ഇതിൻ്റെ സ്റ്റെപ്പ് ഡെഫിനിഷൻ ഇതുകൂടെ നമുക്ക് കൊടുക്കാമായിരുന്നു. ഞാൻ തൽക്കാലം മാവൻ പ്രൊജക്റ്റ് ആയിട്ടാണ്, അതാണല്ലോ നമ്മൾ മാവൻ ആ ഒരു സംഭവത്തിലാണല്ലോ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് മാവനായിട്ട് തന്നെ അങ്ങനെ പോട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത് പിന്നെ ഇത് SE 1.8 ആണ്. നമുക്ക് അതൊന്നും കൂടെ വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാം, കാരണം ജാവയുടെ ലേറ്റസ്റ്റ് വേർഷനൊക്കെ അവൈലബിൾ ആണ്. 1.8 കുറച്ച് ഓൾഡർ വേർഷനാണ്. അപ്പോൾ കോൺഫിഗർ ബിൽഡ് പാത്ത് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഇത് റിമൂവ് ചെയ്യാം. ദെൻ ആഡ് ലൈബ്രറി എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, JRE സിസ്റ്റം ലൈബ്രറി. അത് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്താൽ ഒരു ആൾട്ടർനേറ്റീവ് JRE. അപ്പോൾ ഞാൻ ഓൾറെഡി ഇൻസ്റ്റാൾഡ് ആയിട്ടുള്ള ഇതാണ്. അപ്പോൾ അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇൻസ്റ്റാൾ ലേറ്റസ്റ്റ് വെർഷൻ JDK 21 എൻ്റെ ഇൻസ്റ്റാൾഡ് ആണ്. ഇവിടെ വന്നിട്ട് നമ്മൾ ഏതാണോ നമ്മൾ ഇൻസ്റ്റാൾഡ് അത് വെച്ചിട്ട് നമുക്ക് എടുക്കാം. അപ്പോൾ എൻ്റെ JDK 21 ഓൾറെഡി ഇൻസ്റ്റാൾഡ് ആയതുകൊണ്ട് അവിടെ കാണിച്ചു. ദെൻ ഫിനിഷ് കൊടുക്കുക.
അതിനുശേഷം അപ്ലൈ. ഇപ്പം നിങ്ങൾ ജാവ 8 വെച്ചിട്ട് വേണമെങ്കിലും ചെയ്യാം, പക്ഷേ ജാവ 8 ഒക്കെ കഴിഞ്ഞിട്ട് ഇപ്പം ഒരു ബെസ്റ്റ് ജാവ ഒരു 15 കഴിഞ്ഞിട്ട് യൂസ് ചെയ്യുന്നതാണ്. ഇപ്പോൾ ലേറ്റസ്റ്റ് കുക്കുംബറും ഒക്കെ നമ്മൾ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ എററൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. സോ ഞാനത് JDK 21 വെച്ചിട്ട് ആഡ് ആക്കിയിട്ടുണ്ട്. ഓക്കെ, അപ്പം ഞാൻ എൻ്റെ ഫീച്ചർ ഫയൽ ആഡ് ചെയ്തു. ഒരു വാലിഡ് യൂസർ ലോഗിൻ ആണ് ഞാൻ ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പം ഗിവൺ ദ യൂസർ ഈസ് ഓൺ ദ ലോഗിൻ പേജ്, വെൻ ദ യൂസേഴ്സ് എൻ്റർ ഓൺ ദ ക്രെഡൻഷ്യൽസ്, ദ യൂസർ റീഡയറക്റ്റഡ് ടു ദ ഹോം പേജ്. സോ ഐ നീഡ് ടു ക്രിയേറ്റ് 3 മെത്തേഡ്സ് ഫോർ ദിസ്. അപ്പോൾ സ്റ്റെപ്പ് ഡെഫിനിഷനിൽ ഇതിൻ്റെ ഒരു മെത്തേഡ് ക്രിയേറ്റ് ചെയ്യണം. ഗിവൺ യൂസർ ഈസ് ഓൺ ദ, അപ്പോൾ ലോഗിൻ പേജിലേക്ക് എത്തുന്ന, അപ്പോൾ ഓൾറെഡി നമ്മൾ ബ്രൗസർ ഓപ്പൺ ആക്കി ഡ്രൈവർ ഫാക്ടറി വെച്ചിട്ട് ഹുക്സിൽ കോൾ ചെയ്ത് ബിഫോർ മെത്തേഡ് വഴി കോൾ ചെയ്ത് ഗെറ്റ് ഡ്രൈവർ വഴി വരുമ്പോൾ നമ്മുടെ ബ്രൗസർ ഓപ്പൺ ആയി. ഇനി എനിക്ക് URL പാസ് ചെയ്ത് ലോഗിൻ പേജിലേക്ക് എത്തണം. അതാണ് ഈ മെത്തേഡിനുള്ളിൽ നമ്മൾ എഴുതേണ്ടത്. അതിനുശേഷം വാലിഡ് ക്രെഡൻഷ്യൽസ് നമ്മൾ പിന്നെ യൂസർ നെയിം പാസ്വേഡ് എൻ്റർ ചെയ്ത് ലോഗിൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം ഇവിടെ നമ്മൾ വെരിഫിക്കേഷൻ പ്രോസസ്സാണ്. ഇതാണ് നമ്മൾ ആക്ച്വൽ ടെസ്റ്റ് വെരിഫൈ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ വാലിഡ് ക്രെഡൻഷ്യൽസ് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ അത് എന്ത് ചെയ്യുന്നു, നമ്മുടെ ലോഗിനിലേക്ക് ലോഗിൻ ക്ലിക്കായി ഹോം പേജിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സ്റ്റെപ്പ് ഡെഫിനിഷൻ ക്ലാസ്സിനുള്ളിലാണ് നമ്മൾ മെത്തേഡ് എഴുതുന്നത്. അപ്പോൾ അവിടെ ഞാനിവിടെ ഒരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യാണ്. ഞാനത് ലോഗിൻ സ്റ്റെപ്സ് എന്ന് പറഞ്ഞിട്ട് ക്ലാസ്സിന് പേര് കൊടുക്കുകയാണ്. സോ ഇവിടെ വരുന്നു, ഞാൻ ഫസ്റ്റ് മെത്തേഡ് എഴുതാം. അപ്പോൾ അതിനു മുമ്പ് ഇവിടെ നമ്മൾ ഇവിടെ നമുക്ക് ഡ്രൈവർ ആവശ്യമുണ്ട്. സോ പ്രൈവറ്റ് വെബ് ഡ്രൈവർ എന്ന് പറയുന്ന ആ ഒരു പർട്ടിക്കുലർ മെത്തേഡിനെ എഴുതുകയാണ്. അപ്പം ഈക്വൽസ് നമുക്ക് ഡ്രൈവർ ഫാക്ടറിയിലെ ഞാൻ പറഞ്ഞായിരുന്നു നേരത്തെ, ഡ്രൈവർ ഫാക്ടറി ഡോട്ട് ഗെറ്റ് ഡ്രൈവർ എന്നുള്ള മെത്തേഡിനെ കോൾ ചെയ്യണം. അപ്പോൾ അത് ഇമ്പോർട്ട് ചെയ്തു. അപ്പോൾ അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നത്. ഈ ഗെറ്റ് ഡ്രൈവർ എന്നുള്ള മെത്തേഡ് കൊടുക്കുമ്പോൾ ഇവിടെ ഡ്രൈവർ ഈക്വൽ ടു നൾ എന്ന് ചെക്ക് ചെയ്യുന്നുണ്ട്. അപ്പം വൺസ് നമ്മൾ ഹുക്സ് വഴി ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഈ മെത്തേഡ് ഒന്നും ഇതിനെ ഈ ഈഫ് കണ്ടീഷനുള്ളിൽ കയറേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഡ്രൈവർ റിട്ടേൺ ചെയ്താൽ മതി. അപ്പോൾ ഇത് നള്ളല്ല. നമ്മൾ സ്റ്റെപ്പ് ഡെഫി വിളിക്കുമ്പം ഓൾറെഡി ഇത് ഹുക്സിന്ന് വിളിച്ചത് കൊണ്ട് ഡ്രൈവർ നള്ളായിരുന്നപ്പോൾ ഓൾറെഡി ഡ്രൈവർ ഇനിഷ്യലൈസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നമ്മൾക്ക് ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, ഈ ഡ്രൈവർ അങ്ങ് റിട്ടേൺ ചെയ്താൽ മതി. അപ്പോൾ ഈ ഡ്രൈവർ ലോഗിൻ സ്റ്റെപ്സിലേക്ക് ഡയറക്റ്റ് എത്തും. അപ്പോൾ പെട്ടെന്ന് എത്തും. അപ്പോൾ നമുക്ക് വേറെ ഒരു കാര്യം ചെയ്യില്ല, നമ്മുടെ ഡ്രൈവറിൻ്റെ വാല്യൂ ഡയറക്റ്റ് അവിടത്തേക്ക് കിട്ടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇനി ഇവിടെ ഒരു മെത്തേഡാണ് നമ്മൾ എഴുതേണ്ടത് സ്റ്റെപ്സിൻ്റെ. ഞാൻ ഇവിടെ ഗിവൺ ദ യൂസർ ഈസ് ഓൺ ദ ലോഗിൻ പേജ് എന്നുള്ള ആ ഒരു പർട്ടിക്കുലർ, അപ്പോൾ യൂസർ ഈസ് ഓൺ ദ ലോഗിൻ പേജ് ഓൾറെഡി ഈ ഡ്രൈവർ ഫാക്ടറിയിൽ ഗെറ്റ് ഡ്രൈവർ മെത്തേഡ് വഴി വരുമ്പോൾ ഡ്രൈവർ ന്യൂ കോം ഡ്രൈവർ ബ്രൗസർ ഓൾറെഡി ഓപ്പൺ ആണ്. ഇവിടെ വേണമെങ്കിൽ നമുക്ക് മാക്സിമൈസോ ഒക്കെ വേണമെങ്കിൽ എഴുതാം. നമ്മൾ ഡ്രൈവറിന് എന്തെങ്കിലുമൊക്കെ പ്രോപ്പർട്ടീസ് പാസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഇതിൻ്റെ കുക്കീസ് ഡിലീറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഹെഡ്ലെസ് ആയിട്ട് റൺ ചെയ്യണം, അല്ലെങ്കിൽ പിന്നെ മാക്സിമൈസ് ചെയ്യണം, അങ്ങനെ എന്ത് വേണമെങ്കിലും ഇവിടെ നമുക്ക് പർട്ടിക്കുലർ മെൻഷൻ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് ശേഷം നമ്മുടെ ലോഗിൻ സ്റ്റെപ്സിലേക്ക് വരുമ്പോൾ ഡ്രൈവർ ഡോട്ട് ഗെറ്റ് ഇതിലേക്ക് ആഡ് ചെയ്യണം. അപ്പോൾ അറ്റ് ഗിവൺ എന്നുള്ളതിന് ഒരു എറർ കാണിക്കുന്നുണ്ട്. അതിപ്പോൾ നമ്മൾ കുക്കുംബറിൻ്റെ ആ അനോട്ടേഷൻ നമ്മൾ IO.cucumber ജാവ ആ ഒരു പർട്ടിക്കുലർ സാധനം നമ്മൾ എന്ത് ചെയ്യണം, ഇവിടേക്ക് ഇമ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇത് IO.cucumber ജാവ ഗിവൺ ആയി. അപ്പം ഡ്രൈവർ ഡോട്ട് ഗെറ്റ്. അപ്പം ഞാൻ ഇനി ചെയ്യാൻ പോകുന്നത് നമ്മുടെ സോഴ്സ് ഡെമോയുടെ ആ പർട്ടിക്കുലർ ഇതാണ്. അപ്പോൾ ഇവിടെ ഈ ഒരു മെത്തേഡ് കോൾ ചെയ്യുമ്പോൾ നമ്മുടെ ലോഗിൻ സ്റ്റെപ്സിൽ ഈ ലോഗിൻ്റെ യൂസർ ഈസ് ഓൺ ദ ലോഗിൻ പേജ് എന്ന് പറയുന്ന ആ ഒരു സംഭവം അതിലേക്ക് എൻ്റർ ആവുന്നുണ്ട്. ഇനി നമുക്ക് വേണ്ടത് യൂസർ എൻറ്റേഴ്സ് വാലിഡ് ക്രെഡൻഷ്യൽസ് എന്നുള്ള ആ ഒരു മെത്തേഡാണ്. അത് നമുക്ക് എഴുതാം. അപ്പോൾ അതിന് മുന്നേ വേണ്ട എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ലോഗിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ലോഗിൻ വാല്യൂസ് ഒക്കെ വേണം. ഞാൻ പറഞ്ഞത് നമ്മുടെ മോഡുലറൈസേഷൻ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ സ്റ്റെപ്സിലല്ല ആക്ച്വലി വാല്യൂ, ഇത് ജസ്റ്റ് മെത്തേഡ് കോളിങ്ങേ ഉള്ളൂ. അതിന് വേണ്ടിയിട്ട് നമ്മൾ പേജസ് എന്ന് പറഞ്ഞൊരു പാക്കേജ് നേരത്തെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരുന്നു. അതിനുള്ളിൽ നമ്മൾ ലോഗിൻ പേജിൻ്റെ ക്ലാസ് ക്രിയേറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അടുത്തത് ശ്രദ്ധിക്കേണ്ടത്, ഇവിടെയാണ് ആക്ച്വൽ സെലേനിയം ഫങ്ഷൻസ് ഒക്കെ നടക്കുന്നത്. അപ്പോൾ ലോഗിൻ പേജ് എന്ന് പറയുന്ന ഒരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഇവിടെയും നമുക്ക് നമ്മുടെ വെബ് ഡ്രൈവർ വേണ്ടി വരും. പ്രൈവറ്റ് വെബ് ഡ്രൈവർ. അപ്പോൾ ഇവിടെ ഈ വെബ് ഡ്രൈവർ വെച്ചിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ യൂസർ നെയിമിൻ്റെയും പാസ്വേഡിൻ്റെയും ലോഗിൻ്റെയും ഒക്കെ ചെയ്യണം. അപ്പോൾ അതിന് ഭാഗമായിട്ട് ഈ ലോഗിൻ പേജ് എന്തായാലും ലോഗിൻ സ്റ്റെപ്സിലേക്ക് കോൾ ചെയ്യണം. അപ്പോൾ ഇതിൻ്റെ ഒബ്ജക്റ്റ് അവിടെ ക്രിയേറ്റ് ചെയ്യേണ്ട വരും. സോ അങ്ങനെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അവിടുന്ന് ഓൾറെഡി ഡ്രൈവറിനെ നമ്മളിവിടെ ഗെറ്റ് ഡ്രൈവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഡ്രൈവറിനെ തന്നെ അങ്ങോട്ടേക്ക് കൊടുത്താൽ മതി. അപ്പോൾ ഇതിൻ്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമുക്കൊരു കൺസ്ട്രക്ടറിലൂടെ അങ്ങ് പാസ് ചെയ്യാം. സോ നമുക്കിപ്പോൾ വേണ്ടത് ഇവിടെ പബ്ലിക് ഇതിൻ്റെ ഈ ലോഗിൻ പേജിൻ്റെ ഒരു കൺസ്ട്രക്ടർ ക്രിയേറ്റ് ചെയ്യാം. ലോഗിൻ പേജ് അവിടെ നമ്മൾ ഈ വെബ് ഡ്രൈവർ ഓക്കെ, ഞാൻ പറഞ്ഞുതരാം എന്താ ചെയ്യുന്നതെന്നുള്ളത്. ദിസ് ഡോട്ട് ഡ്രൈവർ
ഈക്വൽ ഡ്രൈവർ. അപ്പോൾ ഈ നമ്മൾ ഈ പർട്ടിക്കുലർ ഇതിന്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഈ കൺസ്ട്രക്ടർ കോൾ ആവുകയും അവിടെ നമ്മൾ ഡ്രൈവർ പാസ് ചെയ്യുമ്പോൾ ഇവിടുത്തെ അതാണ് ദിസ് എന്ന് പറഞ്ഞ കീവേഡ് യൂസ് ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ടാണ്. നമ്മുടെ ഇതിന്റെ ഇൻസ്റ്റൻസ് ഈ പർട്ടിക്കുലർ ലോഗിൻ പേജിലെ ഇൻസ്റ്റൻസ് ആണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ഇവിടുന്ന് പാസ് ചെയ്യുന്ന ഈ ഡ്രൈവർ ഇതിലേക്ക് കൊടുക്കുന്നു. അപ്പോൾ ലോഗിൻ സ്റ്റെപ്സിൽ അതിന്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഈ ഡ്രൈവർ നമുക്ക് ഇവിടെ ഓൾറെഡി എത്തി. അപ്പോൾ ഇനിയിപ്പം നമ്മൾ ഇതിനെ മോഡുലറൈസ് ചെയ്യണം. അപ്പോൾ ഇതിന്റെ ഈ എലമെന്റ്സിനെ നമുക്ക് എന്ത് ചെയ്യണം, കണ്ടുപിടിക്കേണ്ടി വരും. സോ ഇത് ഇൻസ്പെക്ട് ചെയ്യാണ് ഞാൻ. അപ്പോൾ ഇതിന്റെ ഇൻസ്പെക്ട് ചെയ്യുമ്പോൾ ഇതിന്റെ യൂസർ നെയിം എന്ന് പറയുന്നത് ID ഉണ്ട് ഓൾറെഡി. അപ്പോൾ അത് നമുക്ക് കുറച്ച് ഈസി ആയിട്ട് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഏറ്റവും സിമ്പിൾ വേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ എലമെന്റ്സിന് ഇവിടോട്ട് എഴുതുകയാണ്. അപ്പോൾ ബൈ ഡോട്ട് യൂസർ നെയിം ഇൻപുട്ട്. അപ്പോൾ നമ്മൾ ആ ബൈക്കുള്ളിലേക്ക് നമ്മൾ ബൈ ഡോട്ട് ID എന്ന് പറഞ്ഞാൽ ബൈ ക്ലാസിന്റെ ഒരു ഒബ്ജക്റ്റ് ആണ് ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പം ബൈ ഡോട്ട് ID ഈക്വൽ ഈ ഒരു പർട്ടിക്കുലർ വാല്യൂ നമ്മൾ എൻ്റർ ചെയ്യാണ്. ഓക്കെ, സോറി, ഡ്രൈവർ ഞാൻ കോപ്പി ചെയ്തില്ലായിരുന്നു. യൂസർ നെയിം എന്ന് പറയുന്ന ആ പർട്ടിക്കുലർ വാല്യൂ ഇതിലേക്ക് എൻ്റർ ചെയ്തു. ഓക്കെ, ഇനിയിപ്പം ബൈ പാസ്വേഡ് ഇൻപുട്ട് ഈക്വൽ ബൈ ഡോട്ട് ID ആ വാല്യൂ കൂടെ നമുക്ക് കോപ്പി ചെയ്തിട്ട് എടുക്കാം. പാസ്വേഡിൻ്റെ വാല്യൂ അവിടെ ID പാസ്വേഡ് ആണ്. സോ ഞാൻ ആ ബൈ എന്ന് പറഞ്ഞിട്ടുള്ള ഒബ്ജക്റ്റ്, അപ്പോൾ നമ്മൾ ഡ്രൈവ് ഡോട്ട് ഫൈൻഡ് എലമെന്റ് ജസ്റ്റ് ഈ വാല്യൂ കൂടെ പാസ് ചെയ്ത് കൊടുത്താൽ മതി. ഇനിയിപ്പം വേണ്ടത് ബൈ ലോഗിൻ ബട്ടൺ, അത് ഇൻപുട്ട് അല്ല, അത് ബട്ടൺ ആണ്. സോ അവിടെയും ബൈ ഡോട്ട് ID ഉണ്ടാവും. കുറേ നാളുകൊണ്ട് ചെയ്തുകൊണ്ട് അറിയാലോ. ഓക്കെ, സോ ID ലോഗിൻ ബട്ടൺ. ഓക്കെ, അപ്പോൾ ഇനിയിപ്പം നമുക്ക് ഈ മെത്തേഡ്സ് ആണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. സോ ഞാനിവിടെ എഴുതാൻ പോകുന്നത് പബ്ലിക് മെത്തേഡ്സ് ആണ്. അപ്പോൾ അവിടെ നമുക്കത് യൂസ് ചെയ്യാൻ പറ്റും. പബ്ലിക് വോയിഡ് എൻ്റർ യൂസർ നെയിം. ഇപ്പോൾ നമുക്ക് അവിടുന്ന് യൂസർ നെയിം പാസ് ചെയ്യുന്ന രീതിയിൽ തന്നെ ചെയ്താൽ സ്ട്രിങ് നമുക്ക് മൾട്ടിപ്പിൾ ടൈംസിൽ റീയൂസ് ചെയ്യാൻ പറ്റുമല്ലോ. സ്ട്രിങ് യൂസർ നെയിം. അപ്പം ഇവിടെ വന്നിട്ട് ഡ്രൈവർ ഡോട്ട് ഫൈൻഡ് എലമെന്റ് യൂസർ നെയിം. അപ്പം ബൈ ഡോട്ട് ഇത് കൊടുക്കാൻ വരെ യൂസർ നെയിം ഇൻപുട്ട് എന്ന് കൊടുക്കാം. ഡോട്ട് സെൻഡ് കീസ് നമ്മുടെ ഈ യൂസർ നെയിമിൻ്റെ വാല്യൂ. ഓക്കെ, അത് കൊടുത്തു. ഇനി ഇതേപോലെ തന്നെ നമുക്ക് എൻ്റർ പാസ്വേഡ് കൊടുക്കാം. ഞാൻ ജസ്റ്റ് കോപ്പി ചെയ്തിട്ട് നമുക്ക് മാറ്റാം. എൻ്റർ പാസ്വേഡ്. അപ്പോൾ ഇവിടെ സ്ട്രിങ് പാസ്വേഡ്. ഓക്കെ, സ്ട്രിങ് പാസ്വേഡ്. ഇവിടെ അതിന് പകരം പാസ്വേഡ് ഇൻപുട്ടും ഇവിടെ സ്ട്രിങ് പാസ്വേഡ് നമുക്ക് ആഡ് ചെയ്യാം. അപ്പോൾ ഇനിയിപ്പോൾ ഉള്ളത് ക്ലിക്ക് ലോഗിൻ ആണ്. അവിടെ നമ്മൾ പബ്ലിക് വോയിഡ് ക്ലിക്ക് ലോഗിൻ. ഓക്കെ, അപ്പോൾ അവിടെ നമുക്കൊന്നും പാസ് ചെയ്യാനില്ല, ജസ്റ്റ് ലോഗിൻ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മാത്രം മതി. അപ്പം നമ്മൾ ഡ്രൈവർ ഡോട്ട് ഫൈൻഡ് എലമെന്റ് ലോഗിൻ ബട്ടൺ ഡോട്ട് ക്ലിക്ക്. അപ്പോൾ നമ്മൾ 3 മെത്തേഡ്സ് എഴുതി. അപ്പോൾ ഈ മെത്തേഡാണ് നമ്മൾ അവിടെ സ്റ്റെപ്പ് ഡെഫിനിഷനിൽ നമ്മുടെ സെക്കൻഡ് ആയിട്ടുള്ള വെൻ ഉണ്ടല്ലോ, സ്റ്റെപ്പ് ആയിട്ടുള്ള യൂസർ എൻ്റർ വാലിഡ് ക്രെഡൻഷ്യൽ. സോ നമ്മൾ വാലിഡ് ആയിട്ടുള്ള വാല്യൂ അവിടേക്ക് പാസ് ചെയ്യാനുള്ള ആ ഒരു പർട്ടിക്കുലർ സാധനം ഞാനിത് ഇവിടുന്ന് കോപ്പി ചെയ്യുകയാണ്. അപ്പം ഇവിടെ എഴുതുന്നതിന് മുമ്പായിട്ട് ആദ്യം നമുക്ക് വേണ്ടത് ഓൾറെഡി നമ്മൾ വെബ് ഡ്രൈവറിൻ്റെ ഒബ്ജക്റ്റ് ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ നമുക്ക് ഇനി വേണ്ടത് ലോഗിൻ പേജിൻ്റെ ഒബ്ജക്റ്റ് ആണ്. അല്ലെന്നുണ്ടെങ്കിൽ ലോഗിൻ പേജിൻ്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഇതിനെ കോൾ ചെയ്യാൻ പറ്റത്തില്ല. സോ ലോഗിൻ പേജ് ഈക്വൽ ന്യൂ. അപ്പോൾ ഇതിൻ്റെ കൺസ്ട്രക്ടർ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മളവിടെ കൺസ്ട്രക്ടർ ഓൾറെഡി എഴുതി വെച്ചിട്ടുണ്ട്. നമുക്ക് ഡ്രൈവറും കൂടെ പാസ് ചെയ്യണമെന്ന് കൺസ്ട്രക്ടർ ഓൾറെഡി എഴുതി വെച്ചിട്ടുണ്ട്. സോ നമ്മളിവിടെ ഡ്രൈവറും കൂടെ ഇവിടുന്ന് പാസ് ചെയ്യണം. ഇനി ലോഗിൻ പേജ് ഇമ്പോർട്ട് കൂടെ ചെയ്യണം. പേജസ് എന്ന് പറഞ്ഞ പാക്കേജിനുള്ളിൽ ലോഗിൻ പേജ് കൂടെ ഇമ്പോർട്ട് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് അവിടുന്ന് കോപ്പി ചെയ്തുകൊണ്ട് വരാം. സോ വെൻ നമ്മൾ ഇത് കൊടുക്കണം. ഓക്കെ, അപ്പോൾ എൻ്റർ പാസ്വേഡ്, എൻ്റർ യൂസർ നെയിം, ക്ലിക്ക് ലോഗിൻ ആണ്. അപ്പോൾ ഞാൻ ഇനി വേണ്ടത് നമുക്ക് ആക്ച്വൽ ഇതിൻ്റെ യൂസേഴ്സിൻ്റെ വാല്യൂ തന്നെ കൊടുക്കാം. കാരണം വാലിഡ് ക്രെഡൻഷ്യൽസ് ആണ് നമ്മൾ കൊടുക്കുന്നത് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ ടെസ്റ്റ് ഫെയിൽ ആയിപ്പോവും. സോ ഞാൻ ഇവിടെ
സ്റ്റാൻഡേർഡ് യൂസർ സീക്രട്ട് സോഴ്സ്, പാസ്വേഡ് അതിൻ്റെ സീക്രട്ട് സോഴ്സ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പം ഇത് രണ്ടും നമ്മൾ ഓൾറെഡി എഴുതി. ഇനിയിപ്പോൾ ഉള്ളത് മൂന്നാമത്തെ എന്ന് പറഞ്ഞാൽ വെരിഫിക്കേഷൻ ആണ്. യൂസർ റീഡയറക്റ്റഡ് ടു ഹോം പേജ്. അപ്പം ഇത് ഹോം പേജിൽ എത്തണം. ഹോം പേജിൽ എത്തിയാൽ മാത്രമേ നമുക്ക് ഇത് എത്തിയെന്ന് മനസ്സിലാവും. വാലിഡ് വാല്യൂ ആണ് എൻ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഹോം പേജിൽ എത്തണം എന്നുള്ള ആ ഒരു പർട്ടിക്കുലർ സാധനം. അപ്പം നമ്മൾ അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് ഇവിടുന്ന് ലോഗിൻ ചെയ്ത് ഹോം പേജിലേക്ക് പോകുന്നു. അപ്പോൾ ഹോം പേജിലേക്ക് പോകുമ്പോൾ അത് ഹോം പേജ് ആണെന്ന് വെരിഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ പല കാര്യങ്ങൾ ചെയ്യാം. ഒന്നെങ്കിൽ നമുക്ക് ഈ പ്രൊഡക്ട്സ് എന്നുള്ള ടൈറ്റിൽ എടുക്കാം. അപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നത് ഇപ്പോൾ URL ഗെറ്റ് കറണ്ട് URL എന്ന മെത്തേഡ് ഉപയോഗിച്ചിട്ട് URL, അപ്പോൾ ഈ URL inventory.html എത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വെരിഫൈ ചെയ്യാൻ പറ്റും ഇത് അവിടെ എത്തി എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും. സോ പക്ഷെ അത് ഹോം പേജ് ആണ്. ഹോം പേജ് ആയതുകൊണ്ട് ഞാൻ ഈ ലോഗിൻ പേജിനുള്ളിൽ ഞാൻ മെത്തേഡ് എഴുതുന്നില്ല, പുതിയൊരു പേജ് കൂടെ ക്രിയേറ്റ് ചെയ്യുകയാണ്. ആ പേജാണ് ഹോം പേജ് എന്ന് പറയുന്ന പേജ്. സോ അതിനുള്ളിൽ പുതിയൊരു ക്ലാസ് കൂടെ ക്രിയേറ്റ് ചെയ്യുന്നു. ഹോം പേജിലുള്ള എല്ലാ ഫങ്ഷൻസും എല്ലാ ആക്ഷൻസും നമ്മൾ ഈ ഹോം പേജിലായിരിക്കും എഴുതുന്നത്. അപ്പോൾ ലോഗിൻ പേജിൻ്റെ ഈ ഒരു ഡ്രൈവർ നമ്മൾ അതുപോലെ തന്നെ ഹോം പേജിലും വേണം. പിന്നെ നമുക്ക് ഈസിയാണ്, വൺസ് ഒരു പേജ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതേപോലെ തന്നെ നമുക്ക് എഴുതാൻ വേണ്ടിയിട്ട് പറ്റും. ഇനിയിപ്പോൾ നമുക്ക് കൺസ്ട്രക്ടർ വേണം, പബ്ലിക് ഹോം പേജ്. അപ്പോൾ ഹോം പേജിൻ്റെ ഒബ്ജക്റ്റ് നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്യേണ്ടി വരും. ബാക്കി നമുക്ക് ബാക്കി അതേ സെയിം ആണ്. അപ്പോൾ ഞാനത് അതേപോലെ തന്നെ അങ്ങ് ആഡ് ചെയ്യാണ്. ദിസ് ഡോട്ട് ഡ്രൈവർ ഈക്വൽ ടു ഡ്രൈവർ. അപ്പോൾ നമുക്ക് വേണ്ടത് ഇത് അസേർട്ട് ചെയ്ത് നമ്മൾ ഈ ഹോം പേജ് ആണെന്ന് വെരിഫൈ ചെയ്യുകയാണ് വേണ്ടത്. സോ ഇവിടുന്ന് നമുക്ക് ഹോം പേജ് URL നമുക്ക് അങ്ങോട്ടേക്ക് പാസ് ചെയ്യാം. പബ്ലിക് സ്ട്രിങ് വേണമെന്നുണ്ടെങ്കിൽ ഇത് ജസ്റ്റ് ജനറലൈസ് ചെയ്യാം. പക്ഷേ ഞാനിപ്പോൾ തൽക്കാലം ഗെറ്റ് ഹോം പേജ് URL എന്ന് പറഞ്ഞിട്ട് തന്നെ കൊടുക്കുകയാണ്. ഹോം പേജ് URL. അപ്പോൾ ഇത് സ്ട്രിങ് മെത്തേഡായിട്ട് നമുക്ക് ഈ വാല്യൂ നമുക്ക് റിട്ടേൺ ചെയ്യാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. സോ ഇവിടെ ഒരു റിട്ടേൺ ടൈപ്പ് എടുത്തിട്ട് റിട്ടേൺ ഡ്രൈവർ ഡോട്ട് ഗെറ്റ് കറണ്ട് URL. അപ്പം നമ്മൾ അത് ലോഗിൻ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ URL കറണ്ട് URL അവിടുന്ന് റിട്ടേൺ ചെയ്യണമെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. സോ അതവിടെ എഴുതി. അപ്പോൾ ഇനിയിപ്പോൾ നമ്മുടെ അത് ലോഗിൻ സ്റ്റെപ്സിലാണ് മൂന്നാമത്തെ സ്റ്റെപ്പ് എഴുതാൻ പോകുന്നത്. ഹോം പേജിൽ അതിൻ്റെ ആവശ്യമില്ല. നമ്മൾ ഹോം പേജിൽ നിന്ന് ലോഗിൻ പേജിൽ നിന്ന് റീഡയറക്റ്റ് ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് പിന്നെ നമ്മൾ ഹോം സ്റ്റെപ്സ് ക്രിയേറ്റ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. ഞാൻ അവിടെ തന്നെ നമുക്ക് എഴുതാം. സോ ഞാനിവിടെ ആ പർട്ടിക്കുലർ സാധനം ഇവിടേക്ക് എഴുതുന്നുണ്ട്. അപ്പോൾ ഇത് തമ്മിലുള്ള കണക്ഷൻ ഇതാണ്. നമ്മൾ ഗിവൺ വെൻ നമ്മുടെ ആ മെത്തേഡ് എന്താണോ എഴുതുന്നത്. അപ്പം ഇതിപ്പോൾ കുക്കുംബർ പ്രോജക്റ്റ് ആയിട്ട് ക്രിയേറ്റ് ചെയ്തിരുന്നുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ഇവിടുന്ന് തന്നെ ഇവിടെ കൺട്രോൾ പ്ലസ് ചെയ്ത് ഈ ലോഗിൻ ഫീച്ചർ ക്ലിക്ക് ചെയ്ത് ഡയറക്റ്റ് ഈ സ്റ്റെപ്സിലേക്ക് പോയിനെ. പിന്നെ ഇൻ്റലിജ ആണെന്നുണ്ടെങ്കിൽ നോർമലി നമ്മൾ ക്രിയേറ്റ് ചെയ്താലും വരും. അപ്പോൾ എക്ലിപ്സ് അല്ല ഇൻ്റലിജ വെച്ചിട്ട് ക്രിയേറ്റ് ചെയ്താണ് കുറച്ചുകൂടി ഒരു ഈസി ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പം അതാണെന്നുണ്ടെങ്കിലും അങ്ങനെ വർക്ക് ചെയ്യായിരുന്നു. അപ്പോൾ ഇവിടെ നമുക്ക് ഇനി വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇനി ഹോം പേജിൻ്റെ ഒബ്ജക്റ്റ് കൂടെ ക്രിയേറ്റ് ചെയ്യേണ്ടി വരും. ഹോം പേജ് ഈക്വൽ ന്യൂ ഹോം പേജ് ഡ്രൈവർ. ഓക്കെ ഓക്കെ. അപ്പം നമുക്കിവിടെ സ്ട്രിങ് ഇവിടെ നമുക്ക് ഗെറ്റ് ചെയ്യുന്നത് സ്ട്രിങ് ആക്ച്വൽ നമുക്ക് ആദ്യം ഫസ്റ്റ് എക്സ്പെക്റ്റഡ് URL കൊടുക്കാം. എക്സ്പെക്റ്റഡ് URL ഈക്വൽ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ആ പർട്ടിക്കുലർ ഹോം പേജിൻ്റെ URL ഏതാണെന്നുള്ളത് അതൊരു സ്ട്രിങ്ങിലേക്ക് ഇവിടേക്ക് ആഡ് ചെയ്യുന്നു. വേണമെങ്കിൽ നമുക്ക് അവിടെ നിന്ന് പാസ് ചെയ്യുന്ന രീതിയിലൊക്കെ കൊടുക്കാം. അത് നമുക്ക് കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് നോക്കാം. ദെൻ സിമ്പിളായിട്ട് ചെയ്യാം. സ്ട്രിങ് ആക്ച്വൽ URL ഈക്വൽ അത് നമുക്ക് ഹോം പേജിൽ നിന്ന് നമുക്ക് ഗെറ്റ് ചെയ്യുന്ന രീതിയിൽ ഹോം പേജ് ഡോട്ട് ഗെറ്റ് ഹോം പേജ് URL. സോ നമുക്ക് ആ പർട്ടിക്കുലർ മെത്തേഡ്. ഇനി നമുക്ക് ഒരു അസേർട്ട് ആഡ് ചെയ്യാം. അസേർട്ട് ഡോട്ട് അസേർട്ട് ഈക്വൽ. സോ അത് നമുക്ക് സ്ട്രിങ് ആണ് നമുക്ക് വേണ്ടത്. സ്ട്രിങ് എക്സ്പെക്റ്റഡ് സ്ട്രിങ് ആക്ച്വൽ. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്ട്രിങ് മെസ്സേജ് കൂടെ വെച്ചിട്ടുള്ള ഒരു സാധനം ആഡ് ചെയ്യുക, അതായിരിക്കും ബെറ്റർ. അപ്പോൾ ഇവിടെ മെസ്സേജായിട്ട് URL. അപ്പോൾ നമ്മൾ എന്തെങ്കിലും എറർ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഈ മെസ്സേജ് URL ഈസ് നോട്ട് കറക്റ്റ്.
അപ്പോൾ അങ്ങനെ ആഡ് ചെയ്യാം. അപ്പോൾ ഇവിടെ എക്സ്പെക്റ്റഡ് ആക്ച്വൽ URL ഉം ഇത് ഈ അസൈഡ് ഡോട്ട് അസൈഡ് ഈക്വൽസ് എന്ന് പറയുന്ന മെത്തേഡ് ഇവിടെ ആഡ് ആയിട്ടുണ്ട്. അപ്പം ഞാൻ ഇത് ഫ്രെയിംവർക്ക് ഡോട്ട് അസൈഡ് ആണ് അത് ഡിപ്രിഷിയേറ്റ് ആയിട്ട് കാണിച്ചത്. തൽക്കാലം JUnit അതാണ്. അപ്പോൾ അതാകുമ്പോൾ വലിയ കുഴപ്പമില്ല. അത് ഓൾറെഡി ഉള്ളതാണ്. മറ്റേത് JUnit ഡിപ്രീഷിയേറ്റ് ആയ മെത്തേഡ് ആയിരുന്നു JUnit ഡോട്ട് ഫ്രെയിംവർക്ക്. അപ്പോൾ JUnit ആണ് എടുക്കുന്നുണ്ടെങ്കിൽ ഈ അസൈറ്റ് ഓൾറെഡി നമുക്ക് ഉള്ളതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ആക്ച്വലി നമ്മളൊരു ടെസ്റ്റ് കേസ് എഴുതി നമ്മൾ പിന്നെ റൺ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു സംഭവം ചെയ്തു. പിന്നെ നമുക്ക് ഈ കുക്കുംബർ ഫീച്ചർ ആണ് റൺ ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ സിമ്പിളായിട്ട് ഫീച്ചർ വെച്ചിട്ട് നമുക്ക് റൺ ചെയ്യാം നമ്മുടെ ടെസ്റ്റ് ക്ലാസ്. ഇനി ടെസ്റ്റ് റണ്ണർ ആണ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ഞാൻ ആഡ് ചെയ്തില്ല ഇതുവരെ. അതാണ് ലാസ്റ്റിൽ നമ്മൾ ആഡ് ചെയ്യുന്നത്. തൽക്കാലം ഞാൻ നമ്മുടെ ഈ ഒരു പർട്ടിക്കുലർ ഫീച്ചർ ഫയൽ ഒന്ന് റൺ ചെയ്ത് നോക്കാം. അവിടെ നമുക്ക് സിമ്പിളായിട്ട് അങ്ങനെയാണ് റൺ ചെയ്ത് നോക്കണമെന്നുണ്ടെങ്കിൽ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ എക്ലിപ്സിൽ റൺ ആസ് കുക്കുംബർ ഫീച്ചർ എന്ന് പറയുന്നത് റൺ ചെയ്താൽ മതി. ഇത് റൺ എടുക്കും. പക്ഷേ എനിക്ക് തോന്നുന്നു റൺ കോൺഫിഗറേഷനിൽ നിന്ന് പോകണമെന്ന് തോന്നുന്നു. സോ ഞാനിത് റൺ ആസ് ദെൻ റൺ കോൺഫിഗറേഷൻ എടുത്തിട്ട് ഈ ഇത് സെലക്ട് ആക്കണം. ഓക്കെ, അപ്പോൾ അവിടുന്ന് ഒന്ന് റൺ ചെയ്ത് നോക്കാം. ഓക്കെ ഓക്കെ അപ്പോൾ വാലിഡ് സെനാരിയോ കണ്ടില്ലേ, വാലിഡ് യൂസർ ലോഗിൻ വന്നു, കണ്ടോ ഓപ്പൺ ആയി. ക്രോമാണ്, അതിൻ്റെ വേർഷൻ 1 യൂസർ ആഡായി. ഓക്കെ, ക്ലോസ് ആയി. സോ സെനാരിയോ പാസ്സായി. 3 സ്റ്റെപ്സ് ആണ്. അപ്പോൾ ഇവിടെ കാണിച്ചിട്ടുണ്ടല്ലേ ഈ ഗിവൺ സ്റ്റെപ്പ്, അതിൻ്റെ പർട്ടിക്കുലർ സ്റ്റെപ്പ് ഡെഫിനേഷനും നമുക്ക് കാണിക്കുന്നുണ്ട്. അപ്പോൾ സ്റ്റെപ്പ് ഡെഫിനേഷൻ കണക്ട് ആയി എന്നുള്ളതാണ് അതിൻ്റെ മീനിങ്. യൂസർ എൻട്രീസ് വാലിഡ് കണക്ഷൻ ഈ ഒരു മെത്തേഡിനെ കോൾ ആയി. ദെൻ യൂസർ റീഡയറക്റ്റ് ടു ഹോം പേജ് എന്നുള്ള ആ ഒരു സാധനം. അപ്പം ഇതാണ് നമ്മുടെ സിമ്പിളായിട്ട് റൺ ചെയ്യേണ്ടതുണ്ട്. പക്ഷേ ഈ നമുക്ക് അതല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമുക്ക് ടെസ്റ്റ് റണ്ണർ വെച്ചിട്ട്, കാരണം ഇങ്ങനെ ഇത് ഒരു 100 കണക്കിന് ഫീച്ചർ ഫയൽസ് വന്ന ഓരോ ഫീച്ചർ ഫയൽസ് ഇങ്ങനെ സിംഗിൾ ആയിട്ട് റൺ ചെയ്താൽ ഫീസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. സോ അതിന് വേണ്ടിയിട്ടാണ് നമ്മളെ ടെസ്റ്റ് റണ്ണർ ക്ലാസ് ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പം നമ്മളത് SRC ടെസ്റ്റ് ഇതിനുള്ളിലാണ് റണ്ണേഴ്സ് എന്ന് പറയുന്ന ഒരു പാക്കേജ് കൂടെ ഞാൻ ക്രിയേറ്റ് ചെയ്യുകയാണ്. ഓക്കെ, നമ്മൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാലും ഇവിടെ ഉണ്ട് ഹുക്സ് റണ്ണേഴ്സ് എന്ന് പറയുന്ന ഒരു പാക്കേജ് ഉണ്ട്. അവിടെ നമുക്ക് ഒരു റണ്ണർ ക്ലാസ് കൂടെ ആഡ് ചെയ്യാം. അപ്പം ഇവിടെ റണ്ണേഴ്സ് കൂടെ ആഡ് ചെയ്യുമ്പോൾ അതിന് മുന്നേ ഓക്കെ നമുക്ക് റണ്ണേഴ്സ് ക്ലാസ് ആഡ് ചെയ്യാം, അതിന് ശേഷം ഞാൻ പറയാം. സോ ഇവിടെ റണ്ണേഴ്സ് ആഡ് ചെയ്തു. ഞാനിവിടെ പുതിയൊരു ക്ലാസ് കൂടെ ആഡ് ചെയ്യാണ്. തൽക്കാലം റണ്ണർ ടെസ്റ്റ് എന്ന് പറയുന്ന ഒരു ക്ലാസ് ആഡ് ചെയ്യാണ്. അപ്പം അതിനുള്ളിൽ വരുന്നത് എന്തൊക്കെയാണെന്ന് നമുക്കിപ്പം എഴുതാം. അപ്പോൾ ഇത് ടെസ്റ്റ് റണ്ണറിൽ ഈ ഒരു സംഭവങ്ങളൊക്കെ വരണം. ഇത് എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞു തരാം. സോ ഇത് നമ്മൾ ഇവിടെ ടെസ്റ്റ് റണ്ണറിൻ്റെ അനോട്ടേഷൻസ് ആണ്. അപ്പോൾ ഇത് റൺ വിത്ത് എന്ന് പറയുന്നത് നമ്മുടെ കുക്കുംബർ ആ ഒരു പർട്ടിക്കുലർ സംഭവമാണ്. ഇനി കുക്കുംബർ ഡോട്ട് ക്ലാസ് അതും നമുക്ക് JUnit കുക്കുംബർ ഓപ്ഷൻസ് എന്ന് പറയുന്നത് IO.cucumber.JUnit കുക്കുംബർ ആണ്. അതിൽ തന്നെ ഉള്ളതാണ്. അപ്പോൾ അത് വരുന്നില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഇമ്പോർട്ട് IO.cucumber.JUnit.cucumber. സോ അതിനുള്ളിലാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ടൈപ്പ് ചെയ്തിട്ട് വേണമെങ്കിൽ എടുക്കാം. അപ്പം ഈ ഒരു പർട്ടിക്കുലർ ഇത് നമ്മുടെ കുക്കുംബർ ക്ലാസ് ആയിട്ട് ഇതിനെ റൺ ചെയ്യണം. അതിൽ കുറേ ഓപ്ഷൻസ് കൂടെ നമ്മൾ പറഞ്ഞു കൊടുക്കുകയാണ്. കുക്കുംബർ ഓപ്ഷൻസ് കൂടെ പാസ് ചെയ്യുകയാണ്. അപ്പോൾ ഈ ഓപ്ഷൻസ് ഒക്കെ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മോണോക്രോമിക്കൽ ട്രൂ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോ പ്രാവശ്യം റൺ ചെയ്യുമ്പോൾ ടെസ്റ്റ് ക്ലീൻ ആക്കിയിട്ട് പാക്കേജ് ഒക്കെ ക്ലീൻ ആക്കിയിട്ട് ഫ്രഷ് ആയിട്ട് തന്നെ എടുക്കണം. പിന്നെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഫീച്ചർ ഫയലിൻ്റെ ആ പർട്ടിക്കുലർ പാത്ത്. അപ്പം റണ്ണർ ക്ലാസ്സിന് മനസ്സിലാവണമല്ലോ നമ്മൾ എവിടാണ് ഇത് റൺ ചെയ്യുന്നതെന്നുള്ളത്. സോ അതിന് വേണ്ടിയിട്ടാണ് ഫീച്ചേഴ്സ് എന്ന് പറയുന്ന അത്. അപ്പോൾ അത് SRC ടെസ്റ്റ് റിസോഴ്സസിനുള്ളിലാണ് ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞ ഫോൾഡർ വരുന്നത്. അപ്പോൾ അതിനുള്ളിലെ ഫീച്ചർ ഫയൽസ് എടുത്തോളും ഏതൊക്കെയാണോ റൺ ചെയ്യേണ്ടത്. ഇതിപ്പോൾ മൊത്തത്തിൽ റൺ ആവും. പിന്നെ ഗ്ലൂ എന്ന് പറയുന്നത് ഈ ഫീച്ചർ ഫയൽസുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള സ്റ്റെപ്സ് ഒക്കെ ഏതൊക്കെയാണെന്ന്. അപ്പോൾ ഇവിടെ നമ്മൾ സ്റ്റെപ്പ് ഡെഫിനിഷനും പറഞ്ഞു കൊടുക്കണം. സ്പെല്ലിംഗ് കറക്റ്റ് ആണല്ലോ അല്ലേ? സ്റ്റെപ്പ് ഡെഫിനിഷൻ ഓക്കെ, ഇത് സ്പെല്ലിങ് ഇത് സ്മോൾ ലെറ്റർ ആണ്. സോ അല്ലെങ്കിൽ എടുക്കത്തില്ല. സ്റ്റെപ്പ് ഡെഫിനിഷൻസ്, ദെൻ നമ്മുടെ ഹുക്സ് പാക്കേജ് കൂടെ കൊടുക്കണം. അപ്പോൾ ഈ പാക്കേജിലൊക്കെ നമ്മുടെ ബിഫോറും ഉണ്ട്, പിന്നെ നമ്മുടെ സ്റ്റെപ്പ് ഡെഫും ഉണ്ട്. അതുകൊണ്ട് അതവിടെ നമ്മൾ പറഞ്ഞു കൊടുക്കണം. പിന്നെ ഈ പ്ലഗിൻ എന്ന് പറയുന്നത് നമുക്ക് ഫൈനലി ഒരു റിപ്പോർട്ട് കിട്ടണം. നമുക്ക് ആ റിപ്പോർട്ട് കിട്ടണം. അപ്പോൾ നമ്മുടെ ടെസ്റ്റ് റിപ്പോർട്ട് കിട്ടണം. അതുപോലെ തന്നെ നമ്മുടെ മാവൻ കമാൻഡ് ലൈനിൽ റൺ ചെയ്യണമെന്നുണ്ടെങ്കിലും നമ്മൾ ഇപ്പോൾ pond.xml ആഡ് ചെയ്യണം. പക്ഷേ ഇത് ഒരു HTML റിപ്പോർട്ട്
റിപ്പോർട്ടും അതുപോലെ ജെയ്സൺ ആയിട്ടും നമുക്ക് ആ റിപ്പോർട്ട്സ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പ്രെറ്റി സമ്മറി ജേസൺ കുക്കുംബർ റിപ്പോർട്ട് ഈ ഒരു സംഭവം. അപ്പോൾ ഇതൊക്കെ നമ്മൾ നമ്മുടെ ടെസ്റ്റ് റണ്ണറിന്റെ ഓപ്ഷൻ ആയിട്ട് എഴുതിയിരിക്കുകയാണ്. അപ്പോൾ ഇത്രയും ഓപ്ഷൻസ് പാസ് ചെയ്യുമ്പോൾ ഇതിനനുസരിച്ചിട്ട് നമുക്ക് ഈ നമ്മുടെ ടെസ്റ്റ് ഈ കുക്കുംബർ ക്ലാസ് ഈ റണ്ണർ ക്ലാസ് റൺ ആവുകയും നമുക്ക് ഫൈനലി റിസൾട്ട്സ് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഞാൻ പറഞ്ഞു ഇതിന്റെ ഈ റണ്ണർ ക്ലാസിന്റെ പ്രധാന ഉദ്ദേശം കമാൻഡ് ലൈനിൽ നമുക്ക് മാവൻ കമാൻഡ്സ് വെച്ചിട്ട് നമുക്ക് റൺ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് നമുക്ക് അതിന്റെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത്. അപ്പോൾ അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ ഒരു കാര്യം കൂടെ ആഡ് ചെയ്യേണ്ടി വരും. മാവന്റെ pom.xml കമ്പൈലർ പ്ലഗിൻസ് നമുക്ക് ആഡ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ അതുകൂടെ ആഡ് ചെയ്താൽ മാത്രമേ നമുക്ക് കമാൻഡ് ലൈനിൽ കറക്റ്റായിട്ട് റൺ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഇനി കമാൻഡ് ലൈനിൽ നമുക്ക് ആദ്യം കമാൻഡ് ലൈൻ ഓപ്പൺ ചെയ്യാം. ഞാൻ ജസ്റ്റ് വിൻഡോസ് ആണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ വിൻഡോസ് കീ പ്ലസ് ആർ ക്ലിക്ക് ചെയ്താൽ അതിൽ വരും. അതിൽ CMD ടൈപ്പ് ചെയ്താൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് നമ്മുടെ ഇത് വരും. നമുക്ക് അതിലേക്ക് CD ചെയ്ത് നമ്മുടെ പർട്ടിക്കുലർ ഫോൾഡർ ഏതാണെന്ന് അറിയണം. സോ ഞാനിപ്പോൾ ഫയൽ എടുത്തിട്ട് ഇതിലെ പ്രോപ്പർട്ടീസ് ക്ലിക്ക് ചെയ്യുമ്പം ഈ റിസോഴ്സസിനുള്ളിൽ ഇവിടെ ലൊക്കേഷൻ കാണിക്കും. ഇത് നമുക്ക് pom.xml വേണ്ട, ഈ കുക്കുംബർ ഡെമോ വരെ മതി. ഞാനത് കോപ്പി ചെയ്തു. ദെൻ ഇവിടേക്ക് CD യൂസർ നമ്മുടെ പർട്ടിക്കുലർ ഫോൾഡിലേക്ക് വന്നു. അതിനുശേഷം MVN മാവൻ ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ട് MVN ക്ലീൻ, ഇപ്പോൾ നമ്മുടെ പാക്കേജ് ഒക്കെ ക്ലീൻ ആവും, ക്ലീൻ ടെസ്റ്റ് എന്ന് കൊടുക്കുക. അപ്പോൾ നമ്മളത് അത്രയും ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ടെസ്റ്റ് റണ്ണർ ആയിരിക്കും റൺ ആവുന്നത്. ഈ പർട്ടിക്കുലർ ഇതിലുള്ള റണ്ണർ റൺ ആവും. അപ്പോൾ നമ്മുടെ പാക്കേജ് ഒക്കെ ജനറേറ്റ് ആയിട്ട് ടെസ്റ്റ് ഇവിടെ റണ്ണായി. ഇതുണ്ടോ, ബ്രൗസർ ഓപ്പൺ ആയി, നമ്മുടെ ടെസ്റ്റ് ക്ലിക്കായി, ടെസ്റ്റ് 1 ഇതായി, ഒറ്റ ടെസ്റ്റ് ഉള്ളായിരുന്നു, ബിൽഡ് സക്സസ് ആയി. അപ്പോൾ ഇനിയിപ്പം നമ്മുടെ ഈ ടാർഗറ്റ് ഫോൾഡർ ഒന്ന് റിഫ്രഷ് ചെയ്തിട്ട് നോക്കുമ്പോൾ ഞാൻ പറഞ്ഞ ഫോൾഡർ സ്ട്രക്ചറിൽ തന്നെ വരും. അപ്പോൾ അതുകൊണ്ടാണ് കമാൻഡ് ലൈനിൽ റൺ ചെയ്യുന്നത് ഉദ്ദേശിച്ചത്. ഇവിടെ നോക്കുമ്പം കണ്ടില്ലേ കുക്കുംബർ HTML റിപ്പോർട്ട്സ്. അപ്പോൾ ഇവിടെ നമ്മൾ എന്തെങ്കിലും ഫെയിലിയേഴ്സ് ഉണ്ടെങ്കിൽ അത് വരും, ഫീച്ചേഴ്സ്, സ്റ്റെപ്സ്, നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഇതിനുള്ളിൽ വരും. അപ്പോൾ അതുകൊണ്ടാണ് മാസ്റ്റർ തോട്ടിൻ്റെ ഈ കുക്കുംബർ റിപ്പോർട്ടിംഗ് എന്ന് പറഞ്ഞ ഫ്രെയിംവർക്ക്. ഈ ഒരു പർട്ടിക്കുലർ ഫോൾഡറിൽ തന്നെ നമുക്ക് ഇൻ കേസ് നമുക്ക് ജനറൽ ആയിട്ടുള്ള റിപ്പോർട്ടല്ല വേണ്ടത്, ഓരോരോ ഫീച്ചർ, ഫെയിലിയർ, ഓവർവ്യൂ അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് ഈ ഒരു പർട്ടിക്കുലർ റിപ്പോർട്ട്സ് നമുക്ക് ജനറേറ്റ് ചെയ്യും, ഇതിനുള്ളിൽ ജനറേറ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് അങ്ങനെ ഇവിടെ കാണിക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ എത്രയാണോ സക്സസ് ആയത്, ഫെയിലിയർ ആയത്, ഇപ്പോൾ ടാഗ്സ് ഉണ്ട്, സ്റ്റെപ്സ് ഉണ്ട്. അപ്പോൾ നമ്മുടെ എന്തൊക്കെയാണോ നമ്മൾ ചെയ്തത് ആ ഒരു പർട്ടിക്കുലർ ഫോർമാറ്റ് ഒക്കെ, നമ്മൾ ടാഗ്സ് ഒന്നും ഇതുവരെ ഇട്ട് കൊടുത്തില്ല, നമുക്ക് ടാഗ്സ് വെച്ചിട്ട് ഇനി അടുത്ത സ്റ്റെപ്പ് ചെയ്യാം. ഓക്കെ, അപ്പം ഇതാണ് ഒരു നോർമൽ നമ്മുടെ കുക്കുംബർ സെലേനിയം ജാവ ഫ്രെയിംവർക്ക് എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ നമുക്കിത് കുറച്ചുകൂടെ എൻഹാൻസ് ചെയ്യാം. അല്ല, എൻഹാൻസ് ചെയ്യേണ്ട പുതിയൊരു ഫീച്ചർ കൂടെ ഞാൻ ക്രിയേറ്റ് ചെയ്യാൻ പോവുകയാണ്. ലോഗിൻ ഫീച്ചറിൻ്റെ തന്നെ വേറൊരു ഞാനത് മറ്റേ ഫീച്ചർ അത് അവിടെ തന്നെ കിടക്കട്ടെ. അപ്പോൾ നമുക്ക് ഡിഫറെൻറ്റ് ടാഗ്സ് ഒക്കെ ഉപയോഗിച്ച് എങ്ങനെ റൺ ചെയ്യാൻ നോക്കാം. ഞാൻ ഫയൽ എടുത്തിട്ട് ലോഗിൻ, തൽക്കാലം മൾട്ടിപ്പിൾ ലോഗിൻസ് എന്നുള്ള ആ ഒരു ഫോർമാറ്റ് നമുക്ക് കൊടുക്കാം. ലോഗിൻസ് ഡോട്ട് ഫീച്ചർ. അപ്പോൾ നമ്മളിവിടെ സിംഗിൾ ഒരു ലോഗിൻ മാത്രമാണ്. അപ്പോൾ അതിനുള്ളിൽ പല ലോഗിൻസ് ഉണ്ടല്ലോ. സോ നമുക്ക് മൾട്ടിപ്പിൾ ലോഗിൻസിൻ്റെ ഒരു ഫീച്ചർ നമുക്ക് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കാം. ഞാൻ ഒരു ഫീച്ചർ ഫയലിലൂടെ ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള എത്ര ലോഗിൻസ് ഉണ്ടോ, അപ്പോൾ ഈ ഒരു പർട്ടിക്കുലർ നമ്മുടെ സെനാരിയോസ് സോഗ്ലാസ് നോക്കിയാൽ, ഇപ്പോൾ നമ്മളിപ്പോൾ ലോഗ് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ നോക്കിയാൽ തന്നെ നമുക്ക് പല 4 യൂസേഴ്സ് ഓൾറെഡി ഉണ്ട്. 4 യൂസേഴ്സ് ഓരോ യൂസർ ലോഗിൻ ചെയ്യുമ്പോഴും ഫസ്റ്റ് യൂസർ ആകുമ്പോൾ നമുക്ക് എൻ്റർ ആവും. പിന്നെ ഇത് ലോക്ക്ഡ് ഔട്ട് യൂസറാണ്. ലോക്ക്ഡ് ഔട്ട് യൂസർ ആകുമ്പോൾ പ്രോബ്ലം യൂസർ ഉണ്ട്, പെർഫോമൻസ്, അപ്പം പല യൂസേഴ്സ് നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു ഫീച്ചർ ഫയൽസ് എഴുതിയിട്ടുണ്ട്, ലോഗിൻ ഫങ്ഷനാലിറ്റി. അപ്പോൾ ഞാനിത് കുറച്ചുകൂടെ ഒരു ടാഗും ഒക്കെ വെച്ചിട്ട് ക്രിയേറ്റ് ചെയ്തതാണ്. ഓക്കെ, സോ ഞാനിത് ഇവിടേക്ക് കൊടുക്കുകയാണ്. ഫീച്ചർ എന്ന് പറഞ്ഞാൽ ലോഗിൻ ഫങ്ഷനാലിറ്റി, മൾട്ടിപ്പിൾ ലോഗിൻ ഫങ്ഷനാലിറ്റി. ആസ് എ യൂസർ ഐ വാണ്ട് ടു ലോഗിൻ ടു സോഴ്സ് ഡെമോ സോ ദാറ്റ് ഐ ക്യാൻ ആക്സസ് ടു ദ പ്രൊഡക്റ്റ് പേജ്. അപ്പോൾ ഞാനൊരു ടാഗ് കൂടെ ആഡ് ചെയ്തു. ടാഗ് നമ്മൾ കണ്ടിരുന്നു നേരത്തെ. അപ്പോൾ ഇവിടെ നമ്മൾ മൾട്ടിപ്പിൾ യൂസർ സെറ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് സെനാരിയോ ഔട്ട്ലൈൻ എന്ന് പറയുന്ന ആ ഒരു നമ്മൾ കഴിഞ്ഞ ഇതിൽ സെനാരിയോ ആണ് യൂസ് ചെയ്തത്. അപ്പോൾ നമ്മൾ സിംഗിൾ യൂസറാണ്. ഇവിടെ നമ്മൾ മൾട്ടിപ്പിൾ ഡാറ്റ സെറ്റ് യൂസ് ചെയ്യണമെങ്കിൽ സെനാരിയോ ഔട്ട്ലൈൻ എന്ന് പറയുന്ന ആ ഒരു സംഭവം. അപ്പോൾ വേറൊരു ഇതുകൂടെ ഉണ്ട്, ഞാൻ അതുകൂടെ അങ്ങ് ആഡ് ചെയ്യാം. അപ്പോൾ പിന്നെ നമുക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് മനസ്സിലാവും. ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്ന ഒരു ഇതുണ്ട്, ഒരു സ്റ്റെപ്പ് ഉണ്ട്. അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് സ്റ്റെപ്പിൽ ഞാൻ
ഇത് വേണേൽ ബാക്ക്ഗ്രൗണ്ടിലേക്ക് ഇടാം. അപ്പോൾ നമുക്ക് ഒരു കുറേ സെനാരിയോസ് ആണ് ഒരു സ്റ്റെപ്പ് ഇതിൽ തന്നെ നമ്മൾ ആഡ് ചെയ്യാനുണ്ട് എന്ന് വിചാരിക്കുക. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിത് ബാക്ക്ഗ്രൗണ്ടിലേക്ക് ഇടാം. അപ്പം എല്ലാ സ്റ്റെപ്പിനും സെയിം സെനാരിയോ തന്നെയാണ് റൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്ന ആ ഒരു പർട്ടിക്കുലർ ഫോർമാറ്റിൽ നമുക്ക് ആഡ് ചെയ്യാം. അപ്പോൾ ഇത് യൂസർ ഈസ് ഓൺ ദ സോഴ്സ് ഡെമോ ലോഗിൻ പേജ് എന്ന് പറയുന്ന ആ ഒരു ഇത് ഞാനത് ചേഞ്ച് ചെയ്തിട്ട് നമ്മുടെ ഈ പർട്ടിക്കുലർ റീയൂസബിലിറ്റി ആണല്ലോ, അപ്പോൾ ഇതിനുള്ളിൽ യൂസർ ഈസ് ഓൺ ദ ലോഗിൻ പേജ് എന്ന് പറയുന്ന ആ ഒരു സംഭവം തന്നെ അങ്ങ് ആഡ് ചെയ്യാം. അപ്പോൾ സോഴ്സ് ഡെമോ പേജ് എന്ന് വേണ്ടല്ലോ. അപ്പൊ ഇവിടെ നമ്മൾ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂസർ എൻട്രീസ് നേരത്തെ നമ്മൾ ജസ്റ്റ് വാലിഡ് ക്രെഡൻഷ്യൽസ് ആണ് കൊടുത്തത്. പക്ഷേ ഇവിടെ നമ്മൾ യൂസർ നെയിമും പാസ്വേഡും വാല്യൂ പാസ് ചെയ്യുകയാണ്. സോ നമുക്ക് ഈ യൂസർ നെയിം എന്ന് പറയുന്നത് ഈ യൂസർ നെയിമാണ്. അപ്പോൾ ഇത് ഈ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ 1 2 3 4 5 ടൈംസ് എക്സിക്യൂട്ട് ചെയ്യും. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ടൈം സ്റ്റാൻഡേർഡ് യൂസർ നെയിമിൻ്റെ വാല്യൂ ആയിട്ടും സീക്രട്ട് സോഴ്സ് പാസ്വേഡിൻ്റെ വാല്യൂ ആയിട്ടും പോകും. അതിനുശേഷം ലോഗിൻ ബട്ടൺ ക്ലിക്ക് ചെയ്യും. എന്നിട്ട് ഒരു റിസൾട്ട്, അപ്പം പ്രൊഡക്റ്റ് പേജ് ഷുഡ് ബി ഡിസ്പ്ലേഡ്. അപ്പം നമ്മളിവിടെ എഴുതിയിരിക്കുന്ന യൂസർ റീഡയറക്ട് ടു ദ ഹോം പേജ്. അപ്പം നമുക്ക് അത് യൂസ് ചെയ്യാം, ആദ്യത്തെ ഫീച്ചറിൻ്റെ ഇതായിട്ടുള്ളത്. ഓക്കെ, പക്ഷെ അല്ല അത് യൂസ് ചെയ്യേണ്ട, നമുക്ക് അല്ലെങ്കിൽ ഒറ്റ മെത്തേഡിൽ തന്നെ അല്ലേ എഴുതേണ്ടത്. യൂസർ ഷുഡ് സീ റിസൾട്ടിൻ്റെ വാല്യൂ ആണ് പ്രൊഡക്റ്റ് പേജ് ഷുഡ് ബി ഡിസ്പ്ലേഡ് എന്നുള്ള ഇത് വരുന്നത്. അതിനുശേഷം യൂസർ ദിസ് യൂസർ ഈസ് ലോക്ക്ഡ് ഔട്ട്, അത് കാണണം. ഇപ്പം ഇത് പ്രോബ്ലം യൂസർ ആണെങ്കിലും പ്രൊഡക്റ്റ് പേജ് ഷുഡ് ബി ഡിസ്പ്ലേഡ്. പെർഫോമൻസ് ആണെങ്കിലും പെർഫോമൻസിൻ്റെ ഇഷ്യൂ ആണ്, പക്ഷേ പ്രൊഡക്റ്റ് പേജ്. അപ്പോൾ ഈ ഒരു ലോക്ക്ഡ് യൂസറിനാണെങ്കിൽ യൂസർ ലോക്ക്ഡ്, പിന്നെ ഒരു ഇൻവാലിഡ് വാല്യൂസ് പാസ് ചെയ്യുക, യൂസർ നെയിം ആൻഡ് പാസ്വേഡ് ഡിഡ് നോട്ട് മാച്ച്. അപ്പോൾ ഈ ഒരു പർട്ടിക്കുലർ സംഭവം നമ്മൾ എങ്ങനെ ചെയ്യുമെന്ന് നമുക്ക് സ്റ്റെപ്പ് ഡെഫിനിഷനിലേക്ക് നോക്കാം. അപ്പോൾ ഫസ്റ്റ് ബാക്ക്ഗ്രൗണ്ട് യൂസർ ഈസ് ഓൺ ദ ലോഗിൻ പേജ്. അപ്പോൾ അത് നമ്മൾ ഓൾറെഡി ഈ ലോഗിൻ ഫീച്ചറിൽ എഴുതി വെച്ചതുകൊണ്ട് ഈ ലോഗിൻ സ്റ്റെപ്സിൻ്റെ ഈ സ്റ്റെപ്പിൽ ഓൾറെഡി നമ്മൾ സംഭവം സെറ്റാണ്. ഇനിയിപ്പോൾ നമുക്ക് വേണ്ടത് ഈ യൂസർ നെയിമും പാസ്വേഡും എങ്ങനെ നമുക്ക് അവിടുന്ന് പാസ് ചെയ്ത് ഇവിടേക്ക് നമുക്ക് എത്തിക്കാമെന്നുള്ളതാണ് ഇനി നോക്കേണ്ടത്. അപ്പോൾ അതിൻ്റെ സംഭവം ഞാനിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം ഇത് രണ്ട് രീതിയിൽ ചെയ്യാം. ഒന്നുകിൽ റെഗെക്സ് വഴി ചെയ്യാം. റെഗെക്സ് കുറച്ചുകൂടെ പാടാണ്. അപ്പം തൽക്കാലം നമുക്ക് സിമ്പിൾ രീതിയിൽ ഫസ്റ്റ് എഴുതിയതിൻ്റെ മറ്റേ രീതി ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാം. അപ്പം ഇവിടെ ഈ ഒരു മെത്തേഡിൻ്റെ വേറെ ടൈപ്പ് ഓഫ് മെത്തേഡ് ആണല്ലോ. അപ്പം ഞാനിവിടെ എഴുതുകയാണ് വെൻ ദ യൂസർ എൻ്റർ. നമ്മൾ ഇവിടെ ഈ മൾട്ടിപ്പിൾ ലോഗിൻ ഫീച്ചറിൽ എൻ്റർ യൂസർ നെയിമും ആൻഡ് പാസ്വേഡ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഡബിൾ കോഡ്സിനുള്ളിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് പകരമായിട്ട് സ്റ്റെപ്സിലൂടെ രണ്ട് സ്ട്രിങ് ആയിട്ടാണ് ഞാനിവിടെ പാസ് ചെയ്തത്. അപ്പോൾ ഇവിടെ ഈ സ്ട്രിങ്ങിൽ യൂസർ നെയിമും വരും, ഈ സ്ട്രിങ്ങിൽ ഈ പാസ്വേഡും വരും. അതിനുശേഷം ഈ വാല്യൂ. അപ്പോൾ ഞാനിവിടെ യൂസർ നെയിം ആൻഡ് യൂസർ എൻഡേഴ്സ് പാസ്വേഡ്. നമുക്ക് ലോഗിൻ പേജ് ഡോട്ട് യൂസർ നെയിം ആൻഡ് പാസ്വേഡ് എന്നുള്ള ആ ഒരു പർട്ടിക്കുലർ സംഭവം ഇതിലേക്ക് ആഡ് ആവുന്നുണ്ട്. അപ്പം എനിക്ക് തോന്നുന്നത് ഞാൻ ഇവിടെ ഇത് ക്ലിയർ ആക്കാം. കാരണം ഓരോ പ്രാവശ്യവും ടെസ്റ്റ് റൺ ആകുമ്പോൾ ചിലപ്പോൾ ക്ലിയർ ആയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഒരു വെബ് എലമെൻ്റ് ആയിട്ട് തന്നെ എഴുതുന്നതായിരിക്കും ബെറ്റർ. വെബ് എലമെന്റ്. അപ്പം നമ്മൾ ഇങ്ങനെയാണ് നമ്മൾ ഓരോ ഇത് ചെയ്യുന്നത്. യൂസർ നെയിം ഇൻപുട്ട് ബോക്സ് ഈക്വൽ ഈ ഒരു പർട്ടിക്കുലർ സാധനം ഇതിലേക്ക് ആഡ് ചെയ്യുക. കാരണം അതൊന്ന് ക്ലിയർ ചെയ്യണമെന്നുള്ള ഒരു ഇതുള്ളതുകൊണ്ടാണ് ഞാനത് അങ്ങനെ ചെയ്തത്. അപ്പോൾ ഇവിടേക്ക് എത്തുന്നു. അപ്പോൾ ഈ വെബ് എലമെന്റ് നമ്മൾ ഇമ്പോർട്ട് ചെയ്യേണ്ടി വരും. ഓക്കെ, ദെൻ ഇപ്പോൾ ഇവിടെ നമ്മൾ യൂസർ നെയിം ഇൻപുട്ട് ബോക്സ് ഡോട്ട് ക്ലിയർ ആ ഒരു ഫോർമാറ്റിലേക്ക് മാറ്റുന്നു. ദെൻ യൂസർ നെയിം ഇൻപുട്ട് ഇതിന് പകരം സെൻ കീസിന് യൂസർ നെയിം ഇൻപുട്ട് ബോക്സ് ഡോട്ട് സെൻ കീസ്. ഓക്കെ, അപ്പോൾ ഈ ഒരു സംഭവം തന്നെ നമുക്ക് ഇവിടെയും ചെയ്യാം. അപ്പോൾ ഞാനത് പാസ്വേഡ് ഇൻപുട്ട് ബോക്സ് മാറ്റണമെന്നേ ഉള്ളൂ. ഓക്കെ, യൂസർ നെയിം മാറ്റിയിട്ട് ഞാൻ പാസ്വേഡ് ഇൻപുട്ട് ബോക്സ് ആക്കി. ഓക്കെ, അപ്പോൾ ഇത് ഞാൻ കോപ്പി ചെയ്യുകയാണ് ഇങ്ങോട്ടേക്ക്. അപ്പോൾ ഇവിടെ യൂസർ നെയിമിന് പകരം നമ്മൾ പാസ്വേഡ് ആഡ് ചെയ്യണം. ഓക്കെ, ഇതുകൂടെ അങ്ങ് ഡിലീറ്റ് ചെയ്തു. കാരണം അത് ജസ്റ്റ് ക്ലിയർ ആക്കുന്ന ഒരു മെത്തേഡാണ്. നമ്മൾ ടെക്സ്റ്റ് ബോക്സ് നമ്മൾ ക്ലിയർ ആക്കുന്ന ആ ഒരു ജസ്റ്റ് അതുകൂടെ ആഡ് ചെയ്തത് എന്നുള്ളതേ ഉള്ളൂ. അപ്പം ഈ പർട്ടിക്കുലർ സെക്കൻഡ് സ്റ്റെപ്പ് ഇതിലേക്ക് വരുന്നു. അതിനുശേഷം ഇനിയിപ്പം യൂസർ ക്ലിക്സ് ദ ലോഗിൻ ബട്ടൺ. അപ്പോൾ അടുത്ത സ്റ്റെപ്പായിട്ട് നമുക്ക് ലോഗിൻ ബട്ടൻ്റെ സെപ്പറേറ്റ് ഒരു സ്റ്റെപ്പ് എഴുതേണ്ട വരുന്നുണ്ട്. നമ്മൾ നേരത്തെ ഇവിടെ ലോഗിൻ ബട്ടൺ അതേപോലെ എഴുതുകയായിരുന്നു ചെയ്തത്. അപ്പോൾ നമുക്ക് ആ ഒരു പർട്ടിക്കുലർ സാധനം കൂടെ എഴുതേണ്ടി വരും. ഇപ്പോൾ ഇവിടെ എങ്ങനെയായിരുന്നു അത് നമുക്ക് അവിടെ നിന്ന് കോപ്പി ചെയ്തുകൊണ്ട് വരാം.
ആൻഡ് ആൻഡ് ആണ്. അപ്പോൾ നമ്മളിവിടെ ആൻഡും കൂടെ യൂസ് ചെയ്യാണ്. നമ്മൾ അറ്റ് ആൻഡ് ഇവിടെ ഡബിൾ കോട്ട്സിനുള്ളിൽ ആ ഒരു ലോഗിൻ ഫീച്ചറിൻ്റെ ആ ഒരു ഇത് എന്താണ് ആൻഡ് ക്ലിക്സ് ദ ലോഗിൻ ബട്ടൺ. അത് നമ്മൾ ലോഗിൻ സ്റ്റെപ്സിലേക്ക് ആഡ് ചെയ്യുന്നു. പബ്ലിക് വോയിഡ് ക്ലിക്ക് ലോഗിൻ ബട്ടൺ. അപ്പോൾ ഇവിടെ നമുക്കൊന്നും പാരാമീറ്റേഴ്സ് ഒന്നുമില്ല, ജസ്റ്റ് ലോഗിൻ ബട്ടൺ ക്ലിക്ക് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഈ ലോഗിൻ പേജ് ഡോട്ട് ക്ലിക്ക് ലോഗിൻ എന്നുള്ള ആ ഒരു മെത്തേഡ് ജസ്റ്റ് കോൾ ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഇവിടെ ആൻഡ് നമ്മൾ io ഡോട്ട് കുക്കുംബർ ആൻഡ് അതിലേക്ക് ആഡ് ചെയ്തു. സോ ക്ലിക്ക് ലോഗിൻ ബട്ടൺ ആഡായി. അപ്പോൾ ഇനിയിപ്പോൾ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് ഈ ഒരു സംഭവമാണ്, യൂസർ ഷുഡ് സീ ദ റിസൾട്ട് എന്നുള്ളതാണ്. അപ്പോൾ റിസൾട്ട് എന്ന് വരുന്നത് ഈ ഓരോ യൂസറിനും ഓരോ റിസൾട്ടാണ് വരേണ്ടത്. അപ്പം നമ്മൾ റോങ് പാസ്വേഡ് ഇപ്പോൾ ഓരോ പ്രാവശ്യവും ഈ ഒരു പർട്ടിക്കുലർ വാല്യൂസ് വെച്ചിട്ടായിരിക്കും റീഡ് ആവുന്നത്. അപ്പോൾ ഈ റിസൾട്ട്സ് ഒക്കെയാണ് നമുക്ക് ജനറേറ്റ് ആവേണ്ടത്. സോ അതാണ് നമ്മൾ ഇനി അടുത്ത സ്റ്റെപ്പായിട്ട് നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ അതിനു മുന്നേ നമുക്ക് അവിടെ കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഓക്കെ, അതിന് മുമ്പ് നമുക്ക് വേറെ കുറച്ച് വേണമെങ്കിൽ ഈ ഒരു ഫോർമാറ്റിൽ തന്നെ ചെയ്യാം. എക്സ്പെക്റ്റഡ് റിസൾട്ട് എന്ന് പറയുന്നത് അസൈ ട്രൂ. ഞാനിപ്പോൾ പറഞ്ഞു തരാം. അസൈറ്റ് നമ്മുടെ എക്സ്പെക്റ്റഡ് റിസൾട്ട് എന്ന് പറയുന്നത് ഈ പിന്നെ ലോഗിൻ ഈ ഒരു പർട്ടിക്കുലർ ഇത് വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ഇപ്പം ഞാൻ ഇവിടെ ചെയ്തത് നമ്മുടെ ഹോം പേജിലേക്ക് റീഡയറക്റ്റ് ചെയ്തു എന്നുള്ളതാണ്. പക്ഷെ ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് പ്രൊഡക്റ്റ് പേജ് ഷുഡ് ബി ഡിസ്പ്ലേഡ്. അപ്പം പ്രൊഡക്റ്റ് പേജ് ഡിസ്പ്ലേ ആയി എന്നുള്ളതാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. അപ്പം അത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ലോഗിൻ സക്സസ്ഫുൾ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കിവിടെ ഞാൻ ജസ്റ്റ് സ്റ്റാൻഡേർഡ് യൂസറിൻ്റെ വാല്യൂവും നമ്മുടെ സീക്രട്ട് സോഴ്സ് പാസ്വേഡും കൂടെ അതുകൂടെ ആഡ് ചെയ്യുമ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് പേജ് ഡിസ്പ്ലേ ആയി എന്നുള്ള ഒന്നുകിൽ നമുക്ക് ഒരു ഇൻസ്പെക്ട് ചെയ്യുമ്പോൾ ഈ ഒരു ഡിവ് കണ്ടില്ലേ, ഇതാണ് ഇൻവെൻട്രി ഹെഡർ കണ്ടെയ്നർ എന്നുള്ള ആ ഒരു സാധനം. അതിന് ശേഷം ഇൻവെൻട്രി ഈ ഒരു പർട്ടിക്കുലർ കണ്ടെയ്നർ ഈ ഒരു ഡിസ്പ്ലേ ആയിട്ടുണ്ട് എന്ന് ചെക്ക് ചെയ്യാൻ വേണമെങ്കിൽ. അപ്പോൾ അതാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത് ഞാൻ. അപ്പം ഇവിടെ നമുക്ക് ഇൻവെൻട്രി കണ്ടെയ്നർ എന്ന് പറയുന്ന ആ ഒരു ഇത് ആഡ് ചെയ്യണം. അത് നമ്മൾ ഹോം പേജിലായിരിക്കും നമ്മൾ ആഡ് ചെയ്യുന്നത്. നമ്മൾ ഓൾറെഡി ഹോം പേജിൽ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ബൈ ഇൻവെൻട്രി ആ ഒരു ഫോർമാറ്റിൽ തന്നെ നമുക്ക് അങ്ങ് ചെയ്യാം. അപ്പോൾ പിന്നെ കുറച്ചുകൂടെ മനസ്സിലാവുമല്ലോ. ഇൻവെൻട്രി div is equal to by dot id. അപ്പോൾ അത് മീൻസ് ഹോം പേജ് URL-ലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഇൻവെൻട്രി കണ്ടെയ്നർ കിട്ടി എന്നാണ് അതിൻ്റെ മീനിങ്. ഡിസ്പ്ലേ ആയിട്ടുണ്ടെങ്കിലാണല്ലോ ഇൻവെൻട്രി, അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു പർട്ടിക്കുലർ സാധനം ഡിസ്പ്ലേ ആവില്ലല്ലോ. സോ അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാൻ by dot id. ഓക്കെ, അപ്പം ഇവിടെ നമ്മൾ ആ ഒരു പർട്ടിക്കുലർ മെത്തേഡ് എഴുതുകയാണ്. ഇവിടെ ഈസ് ലോഗിൻ സക്സസ്ഫുൾ എന്നുള്ള ആ ഒരു പർട്ടിക്കുലർ സാധനം ഞാൻ മുമ്പ് ഹോം പേജ് എടുത്തു. പക്ഷേ ഇവിടെ ഉദ്ദേശിക്കുന്നത് വെബ് എലമെന്റ് പ്രൊഡക്റ്റ് പേജ് ആണ്. സോ ഇവിടെ ഈ ഒരു മെത്തേഡ് എന്ന് പറയുന്നത്
ഞാൻ ഒരു ലോഗിൻ സക്സസ്ഫുൾ ആണ്, ഒരു ട്രൈ ക്യാച്ചിലാണ് ഇട്ടിരിക്കുന്നത്. ഫസ്റ്റ് പ്രൊഡക്റ്റ് പേജ് ചെക്ക് ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് പേജിൽ ഈ ഇൻവെന്ററി കണ്ടർ ഇതിലേക്ക് സേവ് ചെയ്തിട്ട് ഈസ് ഡിസ്പ്ലേഡ് എന്ന് പറഞ്ഞ മെത്തേഡ് അത് റിട്ടേൺ ചെയ്യണം. അപ്പോൾ ഇതൊരു ബൂളിയനായിട്ടാണ് റിട്ടേൺ ചെയ്യുന്നത്. അപ്പോൾ ഇത് ആയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഇത് റിട്ടേൺ ചെയ്യുമ്പോൾ ഈസ് ഡിസ്പ്ലേ ട്രൂ ആണെന്നുണ്ടെങ്കിൽ അവിടെ ചെല്ലുമ്പോൾ സക്സസ്ഫുൾ ആണ്, അസൈഡ് ട്രൂ ആണ് നമ്മൾ എടുത്തേക്കുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ ഇതിപ്പം ഈ ഒരു പർട്ടിക്കുലർ എലമെന്റ് ഇവിടെ ഫൈൻഡ് ചെയ്തില്ല എന്നൊരു എക്സെപ്ഷൻ വരും. അപ്പോൾ നമ്മൾ റിട്ടേൺ ഫോൾസ് നമ്മൾ റിട്ടേൺ ചെയ്യുന്നു. ഓക്കെ, അപ്പം ഇതാണ് ഇവിടുത്തെ ഒരു ഫോർമാറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റ് അത് ആ പർട്ടിക്കുലർ ഡിവ് ഏതാന്ന് പറഞ്ഞാൽ ഈ ഒരു ഇൻവെന്ററി കണ്ടെയ്നർ എന്ന് പറയുന്ന ഈ ഫുള്ള് നമ്മുടെ പ്രൊഡക്റ്റ് എല്ലാം കൂടെ ഉള്ള ആ കണ്ടെയ്നർ ഡിസ്പ്ലേ ആയിട്ടുണ്ടോ എന്ന് വെരിഫൈ ചെയ്യാണ്. അതുണ്ട്, വെരിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ ഈ ലോഗിൻ സ്റ്റെപ്പിൽ ഇവിടെ ഈ നമ്മൾ ഇവിടുന്ന് ഫീച്ചർ നമ്മൾ മനസ്സിലാവുന്ന രീതിയിൽ ഒന്നുകൂടെ പറഞ്ഞു തരാം. അപ്പം ഈ പ്രൊഡക്റ്റ് റിസൾട്ട് നമ്മൾ ഇവിടെ പാസ് ചെയ്യണം. അപ്പോൾ ഈ ഫസ്റ്റ് യൂസർ, ഈ സ്റ്റാൻഡേർഡ് യൂസറും പ്രോബ്ലം യൂസറിനും അല്ലെങ്കിൽ പെർഫോമൻസ് ഗ്ലിച്ച് യൂസർ ആണെങ്കിൽ തന്നെയും ഇത് ലോഗിൻ ആവും. ലോഗിൻ ആയിട്ട് പ്രൊഡക്റ്റ് പേജ് ഷുഡ് ബി ഡിസ്പ്ലേഡ് ആണ്. അപ്പോൾ ഈ പ്രൊഡക്റ്റ് പേജ് ഡിസ്പ്ലേ ആവണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം അപ്പോൾ ഈ ഒരു പർട്ടിക്കുലർ പേജ് ഡിസ്പ്ലേ ആണെന്ന് പറഞ്ഞാൽ ലോഗിൻ ആയി കഴിഞ്ഞിട്ട് അപ്പോൾ പ്രൊഡക്റ്റ് പേജ് ഡിസ്പ്ലേ ആയിട്ടുണ്ടെങ്കിൽ ആ പ്രൊഡക്റ്റ് കണ്ടെയ്നർ ഓഫ് കോഴ്സ് ഡിസ്പ്ലേ ആവും. അപ്പോൾ അതാണ് ഈ ഫസ്റ്റ് ഇവിടെ നോക്കുന്നത്. ഈ കണ്ടെയ്ൻസ് പ്രൊഡക്ട്സ് പേജ് എന്നുണ്ടെങ്കിൽ ഈ റിസൾട്ടിനുള്ളിൽ പ്രൊഡക്റ്റ് പേജ് ഷുഡ് ബി ഡിസ്പ്ലേഡ് എന്നുള്ള ആ ഒരു സംഭവം ഉണ്ട് എന്നുണ്ടെങ്കിൽ, പ്രൊഡക്ട്സ് പേജ് ഇത് ഈ ഒരു സംഭവം ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ നേരെ ഇത് ചെക്ക് ചെയ്യാണ്. അപ്പോൾ ആ ഇൻവെന്ററി കണ്ടെയ്നർ അസൈറ്റ് ചെയ്ത് അത് ട്രൂ ആണോ എന്ന് നോക്കുകയാണ്. എക്സ്പെക്റ്റഡ് റിസൾട്ട് ആ ഒരു സംഭവം ചെക്ക് ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ പ്രൊഡക്റ്റ് കണ്ടെയ്ൻസിൽ ഇവിടെ നോക്കുമ്പോൾ നമ്മൾ അവിടെ നിന്നുള്ള ആ വാല്യൂ നമ്മൾ ഗെറ്റ് ചെയ്യണം. ആക്ച്വലി ഈ അസൈഡ് ട്രൂ ഇവിടെയാണ് സ്ട്രിംഗ് മെസ്സേജ് പ്രൊഡക്റ്റ് പേജ് നോട്ട് ഡിസ്പ്ലേ, ഇത് മെസ്സേജ് നമ്മൾ പാസ് ചെയ്ത് കൊടുക്കുകയാണ്. പ്രൊഡക്റ്റ് പേജ് നോട്ട് ഡിസ്പ്ലൈഡ് എന്ന് നമുക്ക് ഒരു മെസ്സേജ് വരണം. ദെൻ നമുക്ക് വേണ്ടത് ഹോം പേജ് ഡോട്ട് ആ ഒരു കണ്ടീഷൻസ് ഹോം പേജ് ഡോട്ട് ഈസ് ലോഗിൻ സക്സസ്ഫുൾ. അപ്പോൾ അത് ട്രൂ ആണോ ഫോൾസ് ആണോ എന്നുള്ള വാല്യൂ ഇവിടെ വരും. അപ്പോൾ ഇത് ഡിസ്പ്ലേ ആയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, ലോഗിൻ ആയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് ട്രൂ ആയിട്ട് റിട്ടേൺ ചെയ്യും. അല്ലെന്നുണ്ടെങ്കിൽ ഫോൾസ്, എക്സെപ്ഷൻ ആണ് അടിച്ചിട്ടുണ്ടെങ്കിൽ ഫോൾസ് ആയിട്ട് അവിടെ എത്തും. അപ്പോൾ നമുക്ക് അങ്ങനെ മനസ്സിലാക്കാം. അപ്പോൾ ഇനിയിപ്പോൾ അടുത്ത് ചെയ്യേണ്ടത് നമുക്ക് എറർ ഇതാണ് കാണേണ്ടത്. അപ്പോൾ ഇത് ഞാൻ ലോഗൗട്ട് ചെയ്യാണ്. ലോഗൗട്ട് ചെയ്തിട്ട് നമ്മുടെ ഇൻവാലിഡ് അല്ലെങ്കിൽ ലോക്ക്ഡ് ഔട്ട് യൂസറിൻ്റെ വരുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ ലോക്ക്ഡ് ഔട്ട് യൂസർ ആകുമ്പോൾ അപ്പോൾ ഇത് സോറി ദിസ് യൂസർ ഹാസ് ബീൻ ലോഗ്ഡ് ഔട്ട് എന്ന് പറയുന്ന ഈ ഒരു ഇതാണ് വരുന്നത്. അപ്പോൾ ഇവിടെ ഇൻസ്പെക്ട് ചെയ്യുമ്പം ഇതൊരു ഡേറ്റ ടെസ്റ്റ് എറർ ആണ്. H3 ഡേറ്റ ടെസ്റ്റ് ഒരു ക്ലാസ്. സോ ഈ ഒരു പർട്ടിക്കുലർ സംഭവമാണ് ഇവിടെ വരുന്നത്. അപ്പോൾ ഇത് ലോഗിൻ പേജിൽ തന്നെ എഴുതേണ്ടതാണ് നമ്മുടെ ആ ഒരു സംഭവം. അപ്പോൾ ഞാനിവിടെ ബൈ എറർ മെസ്സേജ് ഡിവ് എന്നുള്ള ആ ഒരു സംഭവം ഞാൻ എഴുതുകയാണ്. ബൈ ഡോട്ട് അതൊരു എക്സ്പാത്തിൽ വേണമെങ്കിൽ എഴുതാം. ബൈ ഡോട്ട് എക്സ്പാത്ത് ഓക്കെ, ബൈ ഡോട്ട് എക്സ്പാത്ത് എന്നുള്ള ആ ഒരു സംഭവത്തിൽ /H3 എന്നിട്ട് ഇത് കിട്ടാൻ വേണ്ടിയിട്ട് അറ്റ് ഡേറ്റ ടെസ്റ്റ് ഈക്വൽ സിംഗിൾ കോട്സിനുള്ളിൽ എറർ. സോ അത് കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട്, ആ പർട്ടിക്കുലർ എറർ പേജ് കിട്ടുന്നുണ്ട്. സോ ഞാനത് ഇതിലേക്ക് പാസ് ചെയ്യാണ്. ബൈ ഡോട്ട് എക്സ്പാത്ത്. അപ്പോൾ ഇവിടെ നമ്മൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് യൂസർ ഷുഡ് സി സോറി ദിസ് യൂസർ ഹാസ് ബീൻ ലോഗ്ഡ് ഔട്ട്, യൂസർ ഷുഡ് സി യൂസർ നെയിം ആൻഡ് പാസ്വേഡ് ഡു നോട്ട് മാച്ച് എന്നുള്ള ആ ഒരു സംഭവമാണ് കാണേണ്ടത്. ഓക്കെ, അപ്പം നമുക്ക് എറർ മെസ്സേജ് ഇവിടെ റിട്ടേൺ ചെയ്തിട്ട് ഇപ്പോൾ ഇവിടെ നമ്മൾ ആക്ച്വൽ എറർ ലോഗിൻ പേജിൽ ഒരു ഗെറ്റ് എറർ ഈ ഒരു എററിൻ്റെ അകത്ത് ഈ എക്സ്പെക്റ്റഡ് റിസൾട്ട്സിനുള്ളിൽ കണ്ടെയ്ൻ ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഗെറ്റ് എറർ മെസ്സേജ് എന്നുള്ള ആ ഒരു മെത്തേഡ് നമുക്ക് ലോഗിൻ പേജിനുള്ളിൽ എഴുതാം. അപ്പം അവിടെ നമുക്ക് പബ്ലിക് സ്ട്രിംഗ് get error message
അതിൻ്റെ ടെക്സ്റ്റ് നമ്മൾ റിട്ടേൺ ചെയ്യണമെന്നേ ഉള്ളൂ. ഓക്കെ, സോ റിട്ടേൺ driver dot find element error message due dot get test. സോ നമുക്ക് ആ യൂസർ ഹാസ് ബീൻ ലോഗ്ഡ് ഔട്ട് ആ ഒരു സംഭവം അവിടെ കിട്ടണമെന്നുള്ള ഇതാണ്. അപ്പോൾ ഞാൻ ഈ ഗെറ്റ് എറർ മെസ്സേജ് എന്നുള്ള ആ ഒരു ഇതാണ്. അപ്പോൾ എൽസ് പാർട്ടിൽ, ലോഗിൻ സ്റ്റെപ്സിൻ്റെ എൽസ് പാർട്ടിൽ നമ്മൾ ഇതേപോലെ തന്നെ അസൈഡ് ഡോട്ട് അസൈഡ് ട്രൂ അപ്പോൾ നമ്മളിവിടെ ആ ഈ അസൈഡ് എക്സ്പയർഡ് എറർ മെസ്സേജ്, ഇത് എറർ എന്തെങ്കിലും വന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു പർട്ടിക്കുലർ സാധനം കിട്ടും. അപ്പോൾ അങ്ങനെ ആക്ച്വൽ എറർ കണ്ടെയ്ൻസ്, നമ്മൾ ആക്ച്വൽ എറർ ഈ ലോഗിൻ പേജിൽ നിന്ന് ഗെറ്റ് എറർ മെസ്സേജ് എന്ന് പറഞ്ഞ മെത്തേഡിനെ കോൾ ചെയ്യുന്നു. അപ്പോൾ ആക്ച്വൽ എററിൻ്റെ അകത്ത് അപ്പോൾ ഓൾറെഡി നമ്മൾ കുറച്ച് ഇതല്ല യൂസർ ഷുഡ് സി എന്ന് പറഞ്ഞിട്ടാണല്ലോ റിസൾട്ട് കാണിച്ചേക്കുന്നത്. അപ്പോൾ യൂസർ ഷുഡ് സി എന്ന് ഓൾറെഡി നമ്മൾ നമ്മുടെ സ്റ്റെപ്പിൽ എഴുതിയിട്ടുള്ളത് കൊണ്ട് നമുക്ക് അതങ്ങ് ഡിലീറ്റ് ചെയ്യാം. നമുക്ക് പിന്നെ ഈ കോഡ്സിലൊന്നും ആഡ് ചെയ്താൽ നമുക്ക് ഈ ജസ്റ്റ് എറർ മെസ്സേജ് മാത്രം ഡിസ്പ്ലേ ആയാൽ മതി. സോ ഞാനത് ഡിലീറ്റ് ചെയ്ത് കളയുകയാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു എറർ മെസ്സേജ് മാത്രം ഇവിടെ ഡിസ്പ്ലേ ആവുകയും അതിന് ശേഷം നമ്മുടെ സ്റ്റെപ്സിൽ വരുമ്പം ഈ എക്സ്പെക്റ്റഡും ആക്ച്വലും ഞാൻ ജസ്റ്റ് ഇവിടെ ഒരു എറർ മെസ്സേജ് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഇവിടുന്ന് ഗെറ്റ് എറർ മെസ്സേജ് എന്നുള്ള മെത്തേഡ് ഡിക്ലെയർ ചെയ്യുന്നു. അവിടെ നമ്മൾ എറർ മെസ്സേജ് ഡിവിൽ നിന്ന് ആ പർട്ടിക്കുലർ എന്താണോ എറർ മെസ്സേജ് വരുന്നത് ആ എറർ മെസ്സേജ് ഇങ്ങോട്ടേക്ക് റിട്ടേൺ ചെയ്തതിന് ശേഷം ഈ ആക്ച്വൽ എറർ നമ്മുടെ എക്സ്പെക്റ്റഡ് റിസൾട്ട് നമ്മൾ അവിടുന്ന് പാസ് ചെയ്യുന്നതിൻ്റെ അകത്ത് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. കണ്ടെയ്ൻസ് അങ്ങനെ ഉണ്ടെങ്കിൽ അസൈഡ് ഡോട്ട് അസൈഡ് ട്രൂ, അല്ലെങ്കിൽ നമ്മൾ എക്സ്പെക്റ്റഡ് എറർ മെസ്സേജ് ഡോണ്ട് ഡിസ്പ്ലേ എന്നുള്ള എറർ നമുക്ക് എറർ മെസ്സേജ് നമുക്ക് ടെസ്റ്റ് ചെയ്ത് കാണിക്കും. അപ്പോൾ ഇവിടെ നമുക്ക് മെയിനായിട്ട് മനസ്സിലാക്കേണ്ടത് നമ്മളിവിടെ ഒരു ടാഗ് എഴുതിയിട്ടുണ്ട്. ടാഗ് വെച്ചിട്ട് എങ്ങനെ നമുക്ക് ടെസ്റ്റ് റൺ ചെയ്യാമെന്നുള്ളതാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. അപ്പോൾ ടാഗ് ചെയ്തിട്ട് നമുക്ക് 5 1 സെനാരിയോ എഴുതിയിട്ടുള്ളൂ, പക്ഷേ 5 തവണ ഈ സെനാരിയോ എക്സിക്യൂട്ട് ആവും. ഒന്ന് ഫോർ സ്റ്റാൻഡേർഡ് യൂസറിന്, ലോക്ക്ഡ് ഔട്ട് യൂസറിന്, പ്രോബ്ലം യൂസറിന്, പെർഫോമൻസ് ഗ്ലിച്ച് യൂസറിന്, ദെൻ ഇൻവാലിഡ് യൂസറിന്. ഇത്രയും യൂസേഴ്സിന് വേണ്ടിയിട്ട് ഈ പർട്ടിക്കുലർ ടെസ്റ്റ് റൺ ആവും. അപ്പം നമുക്ക് ഓരോ പ്രാവശ്യവും സെയിം ടെസ്റ്റ് എക്സിക്യൂട്ട് ചെയ്യും. ഓരോ പ്രാവശ്യം യൂസർ നെയിമും പാസ്വേഡും ഇവിടുന്ന് നമ്മൾ പാരാമീറ്ററായിട്ട് പാസ് ചെയ്യും. അവസാനം റിസൾട്ട്സ് അവിടേക്ക് എത്തുകയും ചെയ്യും. നമുക്കത് കമാൻഡ് ലൈനിൽ എങ്ങനെ റൺ ചെയ്യുമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിന് MVN ക്ലീൻ ടെസ്റ്റ് ഇവിടെ ഡി കുക്കുംബർ ഫിൽറ്റർ ഡോട്ട് ടാഗ്സ് ഈക്വൽ ടു അറ്റ് ലോഗിൻ ടെസ്റ്റ് എന്നുള്ള ആ ഒരു പർട്ടിക്കുലർ ടാഗ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഇതിനെ കോൾ ചെയ്ത് കഴിഞ്ഞാൽ ഈ പർട്ടിക്കുലർ ടെസ്റ്റ് നമുക്ക് പെട്ടെന്ന് റൺ ആവുന്നതാണ്. അപ്പോൾ ഒന്ന് റൺ ചെയ്ത് നോക്കാം. ഇത് കമ്പൈലർ റണ്ണായി ടെസ്റ്റുകളെല്ലാം എടുക്കുന്നു. സോ ഫസ്റ്റ് യൂസറിൻ്റെ കഴിഞ്ഞു, ദെൻ സെക്കൻഡ് ലോക്ക്ഡ് ഔട്ട് യൂസറിൻ്റെ വന്നു, ടെസ്റ്റ് റണ്ണായി. ദെൻ പ്രോബ്ലം യൂസറിൻ്റെ വന്നു, അത് കഴിഞ്ഞ് പെർഫോമൻസ് ഗ്ലിച്ച് യൂസർ. പെർഫോമൻസ് ഗ്ലിച്ച് യൂസറിന് കുറച്ച് പെർഫോമൻസ് ഇഷ്യൂ ഉണ്ട്, ഇത് ലോഡ് ആവാൻ ലേറ്റ് ആവും, അതാണ് അതിൻ്റെ പ്രശ്നം. ദെൻ ഇൻവാലിഡ് യൂസർ, അത് അത്രയും ടെസ്റ്റ് 5 ടെസ്റ്റ് റണ്ണായി, 5 നോ ഫെയിലിയേഴ്സ് ആണ്, എറർ ഒന്നുമില്ല. അപ്പോൾ നമുക്കിവിടെ ടാർഗറ്റിനുള്ളിൽ ഒന്ന് റിഫ്രഷ് ചെയ്തിട്ട് ഓപ്പൺ ചെയ്തിട്ട് കുക്കുംബർ HTML റിപ്പോർട്ട്സ്, സോറി അത് നമ്മൾ നമ്മുടെ പർട്ടിക്കുലർ ഓപ്പൺ വിത്ത് ബ്രൗസർ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് കാണാൻ പറ്റും. കണ്ടോ, 5 സെനാരിയോ 5 ഇതായിട്ട്. ഇനി നമുക്ക് അതുപോലെ തന്നെ കുക്കുംബർ HTML റിപ്പോർട്ടിനുള്ളിലേക്ക് പോയാൽ നമുക്കത് കാണാൻ പറ്റുന്നതാണ്. ഫുള്ളി റിഫ്രഷ് ചെയ്തിട്ടുള്ളതാണ്. ഞാൻ ഓപ്പൺ വിത്ത് നമ്മൾ നമ്മുടെ ലോഗിൻ ഫങ്ഷനാലിറ്റി ടോട്ടൽ 50 ഓരോ സ്റ്റെപ്പും ഓരോ ബാക്ക്ഗ്രൗണ്ടിൽ ആ സെനാരിയോ നടന്നതും ഓരോ സ്റ്റെപ്പും ടാഗും, നമ്മുടെ ടാഗ് നമ്മുടെ ലോഗിൻ ടെസ്റ്റിൻ്റെ ടാഗാണ്. അപ്പോൾ അത് 15 ഇത് പാസ്സായിട്ടുണ്ട്. ഓരോ സ്റ്റെപ്സ് വെച്ച് നോക്കുമ്പോൾ ഓരോ സ്റ്റെപ്സ് എത്ര ടൈം എടുത്തു, അതിൻ്റെ റേഷ്യോ, ഫെയിലിയർ ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്കിപ്പോൾ ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ ഇതും നമുക്ക് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടും ഓരോ നടന്നതിൻ്റെയും നമുക്ക് കാണാൻ വേണ്ടി ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. സോ ഇവിടെ അത് ഇതിൻ്റെ സ്റ്റെപ്പും കാണിക്കുകയും ചെയ്യും. സോ ഇതാണ് കുക്കുംബർ റിപ്പോർട്ട്, വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ആർക്ക് നമ്മൾ നോൺ ടെസ്റ്റ് ആൾക്കാർക്ക് വേണമെങ്കിൽ ഇത് കാണിച്ചു കൊടുത്തിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ടാഗ് വെച്ചിട്ട് റൺ ചെയ്യുന്നത്. ഇനിയിപ്പോൾ നമുക്ക് ടാഗ് ടെസ്റ്റ് റണ്ണർ വെച്ചിട്ടാണ് ഡയറക്റ്റ് റൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനും ഓപ്ഷൻ ഉണ്ട്. കമാൻഡ്സ് ഓക്കെ, നമ്മൾ ടെസ്റ്റ് റണ്ണറിൻ്റെ ഇത് വെച്ചിട്ടാണ് റൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് അതുപോലെ ഞാൻ പറഞ്ഞു, ഞാൻ വേറൊരു കാര്യം കൂടെ കാണിക്കാനുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെ ഇപ്പം
മനസ്സിലായില്ലേ? ഇപ്പൊ ഇവിടെ നമുക്ക് -d ബ്രൗസർ ഇത് ഇതിൻ്റെ അകത്ത് നമുക്ക് mvn clean test ബ്രൗസർ നമുക്ക് ബ്രൗസർ ഒക്കെ ഇവിടെ നമുക്ക് പാസ് ചെയ്യാം. അപ്പം ബ്രൗസർ ഈക്വൽ ടു ഫയർഫോക്സിന്റെ ഞാൻ എൻ്റെ സിസ്റ്റത്തിൽ ഫയർഫോക്സ് ഉണ്ടോ നോക്കണം. ഇങ്ങനെ കൂടെ റൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ പർട്ടിക്കുലർ ഇതിപ്പോൾ ഞാൻ ടാഗ് അങ്ങ് റിമൂവ് ചെയ്യാം, അതായിരിക്കും നല്ലത്. കാരണം അല്ലെങ്കിൽ പിന്നെ 5 ടെസ്റ്റ് ഒരുമിച്ച് റൺ ചെയ്യേണ്ടി വരും. മറ്റേത് ഒറ്റ ടെസ്റ്റ് റൺ ചെയ്താൽ മതി. അങ്ങനെ കൂടെ റൺ ചെയ്യാൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അപ്പോൾ ഇത് നമുക്ക് ഇവിടുന്ന് നമ്മുടെ ബ്രൗസർ ഏതാണെന്നോ അതും നമുക്ക് പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും, നമുക്ക് ആ ഒരു പർട്ടിക്കുലർ ഫോർമാറ്റിൽ. അപ്പോൾ സെലേനിയത്തിന്റെ ലേറ്റസ്റ്റ് വേർഷനിൽ എന്ന് പറഞ്ഞാൽ ബ്രൗസർ ഇല്ല എന്നുണ്ടെങ്കിൽ അത് നമുക്ക് ടെസ്റ്റ് ചെയ്യാം. ബ്രൗസർ ഇല്ല എന്നുണ്ടെങ്കിൽ അതിന്റെ ബ്രൗസർ ഒരെണ്ണം ജനറേറ്റ് ആയി ക്രിയേറ്റ് ചെയ്യുന്നതാണ് സെലേനിയത്തിന്റെ ലേറ്റസ്റ്റ് ഫീച്ചർ അവൈലബിലിറ്റി എന്ന് പറയുന്നത്. അപ്പം നമുക്ക് അങ്ങനെ ഫയർഫോക്സ് ക്രിയേറ്റ് ആവുമെന്നും കൂടി നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ലേറ്റസ്റ്റ് വേർഷൻസിൽ അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. സോ അത് ക്രിയേറ്റ് ആയിട്ടുണ്ട് ബ്രൗസർ. എൻ്റെ ആക്ച്വലി ഫയർഫോക്സ് ഞാൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ല, പക്ഷേ ഓട്ടോമാറ്റിക്കലി ഇൻസ്റ്റാൾ ആയി. അപ്പോൾ ഇത് ഞാൻ ഒന്നും കൊടുക്കാത്തതുകൊണ്ട് എല്ലാ ടെസ്റ്റുകളും ഒരുമിച്ച് റൺ ആവും. കാരണം ഫസ്റ്റ് ടെസ്റ്റ് റണ്ണായി, ദെൻ ലോഗിൻ ടെസ്റ്റിന്റെ പല ഇത്. അപ്പം സെലേനിയത്തിന്റെ ലേറ്റസ്റ്റ് ഒരു ഫീച്ചറാണിത്. ആക്ച്വലി നമ്മൾ ബ്രൗസർ ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ തന്നെയും നമ്മുടെ സിസ്റ്റത്തിൽ ഇല്ല എന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി സെലേനിയം ബ്രൗസർ ഇൻസ്റ്റാൾ ചെയ്ത് നമ്മൾ ടെസ്റ്റ് റൺ ചെയ്യും. സോ ഞാൻ നമ്മുടെ config.propertiesൽ കൊടുത്തിരുന്നത് ആക്ച്വലി എൻ്റെ config.propertiesൽ ഞാൻ കൊടുത്തിരുന്നത് നമ്മുടെ ഇവിടെ config.propertiesൽ കൊടുത്തിരുന്ന ഇതെന്ന് പറഞ്ഞാൽ ക്രോം ആണ്, പക്ഷേ ഇപ്പം റൺ ചെയ്യുന്നത് ഫയർഫോക്സിലാണ്. അതാണ് ആ ഡിഫറൻസ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ കമാൻഡ് ലൈൻ വഴി റൺ ചെയ്യുമ്പോൾ എല്ലാ ടെസ്റ്റ് റണ്ണായി. ഞാൻ ടെസ്റ്റ് റൺ ചെയ്തത് ഇത് mvn clean test d browser equal to ഫയർഫോക്സ് എന്നുള്ള ആ ഒരു സംഭവമാണ്. അപ്പം നമുക്ക് നമ്മുടെ ബ്രൗസർ വേണേൽ റൺ ചെയ്യാം, പിന്നെ ടെസ്റ്റ് റണ്ണർ വേണേൽ പാസ് ചെയ്യാം. നമ്മൾ പല റണ്ണേഴ്സ് ക്ലാസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ റൺ ചെയ്യാം. അപ്പം ഇങ്ങനെ കമാൻഡ് ലൈൻ വഴി റൺ ചെയ്യുന്നതാണ് ഏറ്റവും കുക്കുംബർ ടെസ്റ്റ് ഏറ്റവും ഈസി ആയിട്ട് നമുക്ക് റൺ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. അപ്പം ഇതാണ് ഒരു കുക്കുംബർ ബേസിക് ഫ്രെയിംവർക്ക് ക്രിയേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ കാണിച്ചു തരാൻ പോകുന്ന അടുത്ത ഒരു സാധനം എന്ന് പറയുന്നത്, നമുക്ക് ആക്ച്വലി നമ്മൾ ടെസ്റ്റുകളൊക്കെ നമ്മൾ എഴുതി കഴിഞ്ഞു കഴിഞ്ഞാലും നമ്മുടെ ഫ്രെയിംവർക്ക് ഒക്കെ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാലും നമ്മുടെ ലോക്കൽ സിസ്റ്റത്തിൽ ഇടേണ്ട കാര്യമില്ല. നമുക്കത് ഗിറ്റ് ഹബ് അല്ലെങ്കിൽ ഗിറ്റ് ലാബ് എന്ന് പറയുന്ന റെപ്പോസിറ്ററി ഉണ്ട്. അതൊരു സെർവർ പോലെ. ആ റെപ്പോസിറ്ററിൽ ആഡ് ചെയ്ത് പിന്നെ നമുക്ക് എവിടെ വേണമെങ്കിലും അത് നമുക്ക് ക്ലോൺ ചെയ്തിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. അപ്പം നമ്മൾ അതിന് വേണ്ടിയിട്ട് ഗിറ്റ് ലാബിനേക്കാളും ഗിറ്റ് ഹബിലാണ് പബ്ലിക് റെപ്പോസിറ്ററീസ് നമുക്ക് അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റുന്നത്. അപ്പം നമ്മൾ ഗിറ്റ് ഹബിൽ നമ്മൾ ഒരു അക്കൗണ്ട് ക്രിയേഷൻ github.com ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുകയും അതിനുള്ളിൽ നമുക്ക് നമ്മുടെ പർട്ടിക്കുലർ റെപ്പോസിറ്ററി ആഡ് ചെയ്യാനും നമുക്ക് ഓപ്ഷൻ ഉണ്ടാവും. അപ്പം അതിന് മുന്നേ നമ്മുടെ ലോക്കൽ സിസ്റ്റത്തിൽ ഗിറ്റ് ഇൻസ്റ്റാൾ ചെയ്തിരിക്കണം. ഗിറ്റ് ഡൗൺലോഡ് എന്ന് സെർച്ച് ചെയ്താൽ തന്നെ നമ്മുടെ ബ്രൗസറിൽ സെർച്ച് ചെയ്താൽ തന്നെ നമുക്ക് ഗിറ്റ് കിട്ടും. അത് ജസ്റ്റ് നോർമൽ ഇൻസ്റ്റാളേഷൻ ആണ്, ഇൻസ്റ്റാൾ ചെയ്യണം. അപ്പോൾ നമ്മൾ ജസ്റ്റ് അതിന് വേണ്ടിയിട്ട് ഒരു കമാൻഡ് ഉണ്ട്. നമ്മൾ ഗിറ്റ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഗിറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ പർട്ടിക്കുലർ ഗിറ്റ് ഡൗൺലോഡ് ഗിറ്റ് എന്നുള്ള ഓപ്ഷൻ തന്നെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഇത് തന്നെ. ഇപ്പോൾ ഇവിടുന്ന് നമുക്ക് നമ്മുടെ വിൻഡോസ് ആണോ വേണ്ടത്, ഏതാണോ നമ്മുടെ OS അനുസരിച്ച് അതിനനുസരിച്ച് ഡൗൺലോഡ് ചെയ്യാം. വൺസ് ഇത് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഗിറ്റ് വേർഷൻ, സോ എൻ്റെ വേർഷൻ വിൻഡോസിൻ്റെ വേർഷൻ ഇവിടെ നമുക്ക് കാണിക്കും. അപ്പോൾ നമുക്ക് ഈ ഗിറ്റ് ഓൾറെഡി ഇൻസ്റ്റാൾ ആണ്. കാരണം ഗിറ്റ് കമാൻഡ്സ് റൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഗിറ്റ് നമുക്ക് വേണ്ടി വരും, ഗിറ്റ് വേർഷൻസ്. അതിനുശേഷം നമുക്ക് ഒരു റിപ്പോസിറ്ററി ഗിറ്റ് ഹബിൽ അല്ലെങ്കിൽ ഗിറ്റ് ലാബിലേക്ക് നമുക്ക് ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, സോ ഞാൻ ഗിറ്റ് ഹബ്ബ് ഞാൻ ഓൾറെഡി ഇത് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ഞാൻ എൻ്റെ ഗിറ്റ് ഹബ്ബിൽ ഒരു ന്യൂ റിപ്പോസിറ്ററി ക്രിയേറ്റ് ചെയ്യാണ്. ഓക്കെ, ഇവിടെ ഞാൻ റെപ്പോസിറ്ററിയുടെ പേര് സെലേനിയം കുക്കുംബർ ഡെമോ എന്ന് പറയുന്ന ഒരു റെപ്പോസിറ്ററി. ഞാനത് പബ്ലിക്കായിട്ട് തന്നെ ഇടുകയാണ്, കുഴപ്പമില്ല. ദെൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനൂടെ ജസ്റ്റ് സെലേനിയം ടാക്സ് കുക്കുംബർ ഡെമോ ഞാനത് റിപ്പോസിറ്ററി ക്രിയേറ്റ് ചെയ്തു.
ഓക്കെ, അപ്പോൾ എൻ്റെ റിപ്പോസിറ്ററി ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ വൺസ് ഇത് റിപ്പോസിറ്ററി ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഒരു URL നമ്മൾ ആഡ് ചെയ്യുകയാണ്. അപ്പോൾ എൻ്റെ റിപ്പോസിറ്ററി ഇതാണ്, എൻ്റെ റിപ്പോസിറ്ററിയുടെ നെയിം ഇതാണ്. ദെൻ ഞാൻ ഗിറ്റ് ഇന്നിറ്റ് എന്ന് പറയുന്ന മെത്തേഡ്, അതായത് ഇനിഷ്യലൈസ് ചെയ്യാണ്. ഞാൻ ഈ റിപ്പോസിറ്ററി ഇനിഷ്യലൈസ് ആണ്, MG ഗിറ്റ് റിപ്പോസിറ്ററി ഇനിഷ്യലൈസ് ചെയ്തു. അതിന് ശേഷം പിന്നെ ചെയ്യേണ്ടത് ഗിറ്റ് ആഡ് ഡോട്ട് എന്നുള്ള നമ്മുടെ ഇതാണ്. അപ്പം നമ്മുടെ ഇനിഷ്യലൈസ് ചെയ്ത് കഴിഞ്ഞ ശേഷം നമ്മുടെ ഫയൽസ് എല്ലാം അതിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് ആഡ് ഡോട്ട്. അപ്പം നമ്മുടെ ഗിറ്റ് റിപ്പോസിറ്ററി ഒക്കെ ആഡ് ആവുകയാണ്. അതിന് ശേഷം നമ്മളത് കമ്മിറ്റ് ചെയ്യണം. ഗിറ്റ് കമ്മിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഗിറ്റിലേക്ക് നമ്മുടെ ഇത് കമ്മിറ്റ് ചെയ്യണം. അപ്പോൾ ഞാനത് -m എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഒരു കമ്മിറ്റ് മെസ്സേജ് കൂടെ പാസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഞാനത് ഇനിഷ്യൽ കമ്മിറ്റ് എന്ന് കൊടുക്കുന്നു. അപ്പോൾ നമ്മൾ ഈ ഒരു സാധനം ഇത്രയും ഇത് നമ്മുടെ 16 ഫയൽസും നമ്മുടെ അതെല്ലാം ആഡ് ആയിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ റിമോട്ട് റിപ്പോസിറ്ററിയിലേക്ക് നമുക്ക് ആഡ് ചെയ്യണം നമ്മുടെ ഈ ഒറിജിന്. അപ്പോൾ നമ്മൾ റിപ്പോസിറ്ററി URL കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഗിറ്റ് റിമോട്ട് ആഡ് ഒറിജിൻ, നമ്മുടെ ഈ റിപ്പോസിറ്ററി ഏതാണോ ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ആ റിപ്പോസിറ്ററി നെയിം, ഓക്കെ, അതും കൂടെ ആഡ് ചെയ്യുക. അപ്പോൾ അതിലേക്ക് ആഡ് ആയിട്ടുണ്ട്. ഇനിയിപ്പം നമുക്ക് അടുത്തത് വേണ്ടത് നമ്മൾ ഒരു ബ്രാഞ്ച്, ഇത് പല ബ്രാഞ്ചാണ്. അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ നമ്മൾ ഗിറ്റ് ഹബ് ഗിറ്റ് ലാബ് ആ ഒരു ഫോർമാറ്റിലേക്ക് പോയി കഴിയുമ്പോൾ പല ബ്രാഞ്ചസിലാണ്. അപ്പോൾ നമ്മൾ പുതിയത് വേണമെങ്കിൽ നമുക്ക് വേറൊരു ബ്രാഞ്ച് ക്രിയേറ്റ്, പുതിയ എന്തെങ്കിലും ഫീച്ചേഴ്സ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് പേരിൽ ആഡ് ചെയ്തിട്ട് മെയിൻ ബ്രാഞ്ചിലേക്ക് നമുക്ക് പുഷ് ചെയ്യാം, അവിടെ നമുക്ക് പുള്ള് ചെയ്തെടുക്കാം, അങ്ങനെയൊക്കെയുള്ള ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ അത് ബ്രാഞ്ചിങ് ചെയ്യാണ്. ജിറ്റ് ബ്രാഞ്ച്, ഞാൻ മെയിൻ എന്ന് പറയുന്ന ബ്രാഞ്ചാണ് കൊടുക്കാൻ പോകുന്നത്. ഗിറ്റ് ബ്രാഞ്ച് -m മെയിൻ, ഓക്കെ, ആ ബ്രാഞ്ച് ക്രിയേറ്റ് ആയി. അതിന് ശേഷം ഇനി ഞാൻ പുഷ് ചെയ്യാൻ പോവാണ് നമ്മുടെ ആ ഗിറ്റ് റെപ്പോസിറ്ററിയിലേക്ക്. ഇപ്പോഴാണ് ആക്ച്വൽ പുഷിങ് നടക്കുന്നത്. ഗിറ്റ് പുഷ് -u ഒറിജിൻ മെയിൻ. സോ നമ്മുടെ ആ റിപ്പോസിറ്ററിയിലേക്ക്, ഏതാണ് ഞാൻ ക്രിയേറ്റ് ചെയ്ത ആ പർട്ടിക്കുലർ റിപ്പോസിറ്ററി. ഇനിയിപ്പോൾ ഞാൻ എൻ്റെ ഈ റിപ്പോസിറ്ററി ഒന്ന് റിഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ, ഞാൻ ചെയ്ത ആ പർട്ടിക്കുലർ സാധനങ്ങൾ മെയിൻ ടെസ്റ്റ് അതിനുള്ളിൽ എല്ലാം വന്നിട്ടുണ്ടാവും. അതിൻ്റെ കോൺഫിഗർ പ്രോപ്പർട്ടീസും എല്ലാ വാല്യൂസും എന്തൊക്കെയാണോ വന്നത് അതൊക്കെ ആ വാല്യൂ ഇതെല്ലാം ഇതിൻ്റെ അകത്ത് ആഡ് ആയിട്ടുണ്ടാവും. കണ്ടില്ലേ, ഞാൻ ചെയ്ത എൻ്റെ ഫീച്ചറും ഫയൽസും ഒക്കെ ഇപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എടുക്കണമെന്നുണ്ടെങ്കിൽ ഗിറ്റ് ക്ലോൺ ഈ റിപ്പോസിറ്ററി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ക്ലോൺ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇതാണ് എൻ്റെ പർട്ടിക്കുലർ ഒരു ഗിറ്റ് ഹബ് അല്ലെങ്കിൽ ഗിറ്റ് ലാബ് ഇൻ്റഗ്രേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പോൾ നിങ്ങൾ പഠിക്കുന്ന ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വർക്ക് ഒരു ഫ്രെയിം വർക്ക് ക്രിയേറ്റ് ചെയ്തിട്ട് നിങ്ങളുടെ CV-യിലൊക്കെ ഈ ഗിറ്റ് ഹബ് നിങ്ങളുടേതായ ഗിറ്റ് ഹബ് റിപ്പോസിറ്ററി ഒക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ വർക്ക് ചെയ്യുമ്പോൾ ഇൻ്റർവ്യൂസിലൊക്കെ നമുക്ക് കാണിക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ഓൾറെഡി ഇത് ചെയ്തിട്ടുണ്ട്, ഈ ഒരു ഫോർമാറ്റിൽ ചെയ്തിട്ടുണ്ട്, ഗിറ്റ് ഹബിലേക്ക് ഇങ്ങനെ ചെയ്തിട്ടുണ്ട് എന്ന് കാണിക്കാൻ പറ്റും. അപ്പോൾ ഇനിയിപ്പം നമുക്ക് ചിലപ്പം ഗിറ്റ് സ്റ്റാറ്റസ് ചെക്ക് ചെയ്യാം. നമ്മൾ പുതിയ വാല്യൂസ് എന്തെങ്കിലും ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ വേർഷൻസ് എന്തെങ്കിലും ചേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ ചിലപ്പം ഇൻ കേസ് നിങ്ങൾക്ക് ഒരു ഇഷ്യൂ എല്ലാം വരുവാണെന്നുണ്ടെങ്കിൽ, നമ്മൾ ഗിറ്റിൻ്റെ കോൺഫിഗറേഷൻ എന്തെങ്കിലും മാച്ച് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മുടെ ലോക്കൽ സിസ്റ്റത്തിൽ ചെയ്യുമ്പോൾ നിങ്ങൾ ഈ ഒരു 2 മെത്തേഡ് കോൺഫിഗ് ഗ്ലോബൽ യൂസർ നെയിം യുവർ നെയിമും നമ്മുടെ ഇമെയിലും ഒന്നുകൂടെ നമ്മുടെ ലോക്കൽ ഗിറ്റിൽ ഈ ഒരു മെത്തേഡ് ഈ ഒരു 2 കമാൻഡ്സ് റൺ ചെയ്ത് കഴിഞ്ഞാൽ വരും. പിന്നെ നമ്മളിപ്പോൾ വേറെ സിസ്റ്റത്തിലാണ് യൂസ് ചെയ്യുന്നതായിരിക്കും. അതിനുശേഷം ഗിറ്റ് ക്ലോൺ എന്ന് പറയുന്ന മെത്തേഡ് ക്ലോണ്, പിന്നെ നമ്മുടെ റിപ്പോസിറ്ററി നെയിം കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വാല്യൂ ക്ലോൺ ചെയ്യാം. പിന്നെ അതിനുശേഷം എന്തെങ്കിലും നമുക്ക് വാല്യൂ നമുക്ക് അവിടുന്ന് ഫെച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഗിറ്റ് ഫെച്ച് ഗിറ്റ് പുൾ എന്ന് പറഞ്ഞ കമാൻഡ്സ് നമുക്ക് യൂസ് ചെയ്തിട്ട് നമുക്ക് ഇത് പിന്നെ എടുക്കാൻ പറ്റുന്നതാണ് നമ്മുടെ റിപ്പോസിറ്ററി. സോ ഇത് ഒരു സെൻട്രൽ റിപ്പോസിറ്ററിയിൽ കിടക്കുകയാണ്. അപ്പോൾ നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഇതിൽ പുതിയ ചേഞ്ചസ് വരുത്തുകയും പുതിയ ഇതൊക്കെ വരുത്താം. നമ്മുടെ ലോക്കൽ സിസ്റ്റത്തിൻ്റെ ഒരു കോപ്പിയും നമ്മുടെ സെർവർ ടൈപ്പായിട്ട് ഒരു കോപ്പിയും അവിടെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ എപ്പോഴും പുതിയ ഫീച്ചേഴ്സ് ആഡ് ചെയ്യുമ്പോൾ നമ്മുടെ ബ്രാഞ്ചിങ് സ്ട്രാറ്റജി ഫോം ചെയ്തിട്ട് ഗിറ്റിന് വേണമെങ്കിൽ വേറെ ആയിട്ടൊരു വീഡിയോ ചെയ്യാം. പക്ഷേ ഇതിപ്പോൾ സിമ്പിളായിട്ട് ഒരു ഫ്രെയിം വർക്ക് ക്രിയേറ്റ് ചെയ്ത് ഗിറ്റ് ഹബിലേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതാണ് ഏറ്റവും നല്ലത്. അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഞാനിപ്പോൾ ഇനിയും ഒരു വലിയ ഇതില്ലാതെ തന്നെ അടുത്ത വീഡിയോസ് ആയിട്ടൊക്കെ വരാം. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ഓൾറെഡി JUnit 4 കുക്കുംബർ സെലേനിയം മാവൻ ആണ് ചെയ്തത്. ഇനി JUnit 5ൻ്റെയും അതുപോലെ ടെസ്റ്റെൻജിയും ഒക്കെ ഉപയോഗിച്ചിട്ടും അല്ലെങ്കിൽ വേറെ ഫ്രെയിം വർക്ക്സും ഒക്കെ നമുക്ക് പുതിയ വീഡിയോസ് ആയിട്ടൊക്കെ വരാം. അപ്പം എന്തെങ്കിലും ഡൗട്ട്സോ നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ, പിന്നെ നിങ്ങൾ ഇനി എന്ത് വീഡിയോ ആണ് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻസ് ആയിട്ട് ഇടുക ഇതിൽ, അല്ലെങ്കിൽ എൻ്റെ ഇൻസ്റ്റയിലോ ഒക്കെ എന്നെ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ ഇത്രയും വീഡിയോ കണ്ടതിന് ലോങ് വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാവുന്നുള്ളവർ ഇല്ലാത്തവരൊക്കെ കമൻറ്റ് ചെയ്യാൻ ഞാൻ പരമാവധി റിപ്ലൈ ചെയ്യാൻ വേണ്ടി നോക്കാം നിങ്ങൾ ഫ്രെയിം വർക്ക് ക്രിയേഷൻ സമയത്ത്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പം താങ്ക് യു.